അരോമ ടി വിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്ക് വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ തിരുനാമത്തിലെ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. അരോമ ടി വിയുടെ പ്രേക്ഷകരോടൊപ്പം വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ആയിരിക്കുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് പ്രിയ സഹോദരൻ മാർജി മാത്യു ആണ്. ഒരു പക്ഷെങ്കിൽ പ്രിയ സഹോദരൻ്റെ ജീവിതാനുഭവം നിങ്ങളെ വളരെ വ്യത്യസ്തമായ നിലയിൽ ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഗൈഡ് ചെയ്യുവാൻ മതിയായതായി തീരുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അനേക ജിമ്മ് നടത്തുന്ന സ്ഥാപനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അനേക ചെറുപ്പക്കാർ അവിടെയൊക്കെയും പ്രാക്ടീസ് ചെയ്യുവാനായിട്ട് പോകുന്നത് കാണാൻ കഴിയാറുണ്ട്. അവരുടെ ബോഡി ബിൽഡിങ്ങിനോടുള്ള ബന്ധത്തിൽ അവർ ആ സ്ഥാപനങ്ങളൊക്കെ പ്രയോജനപ്പെടുത്തുന്നു. ഇന്ന് അങ്ങനെ ഒരു തലത്തിൽ സേവനമനുഷ്ഠിച്ചു കൊണ്ടിരുന്ന കേരളത്തിലെയും പ്രത്യേകിച്ച് പത്തനംതിട്ട ജില്ലയ്ക്കും തിരുവല്ലയ്ക്കും ഒക്കെ വളരെ പ്രശസ്തനായിരുന്ന ഒരു ബോഡി ബിൽഡറാണ് അരോമ ടി വിയിൽ തൻ്റെ സാക്ഷ്യം പറയുവാൻ നമ്മോടൊപ്പം ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞല്ലോ. വളരെ മസിലും വലിപ്പവും ഉള്ള ബോഡിയും ഒക്കെ ആയിട്ട് അദ്ദേഹം വളരെ സമൂഹത്തിൽ പ്രശസ്തനായി ജീവിച്ച ഒരു കാലം ഉണ്ടായിരുന്നു. ഇന്ന് ആ പ്രിയ സഹോദരൻ അരോമ ടി വിയുടെ പ്രേക്ഷകരോടൊപ്പം തൻ്റെ ജീവിതാനുഭവങ്ങൾ, തന്നെ വിളിച്ചു വേർതിരിച്ച ആ ദൈവത്തെ ഉയർത്തുവാൻ നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നു. ആകയാൽ നമുക്ക് അവർക്ക് ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ നിങ്ങൾ കേൾക്കുകയും കുഞ്ഞുങ്ങൾക്ക്, യൗവനക്കാർക്ക്, അനേക പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്തു കൊടുത്ത് അവർക്ക് അനുഗ്രഹമായി തീരേണ്ടതിന് പ്രാർത്ഥനയോട് സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുകയും കേൾക്കുകയും ചെയ്യാം. നാം എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ പ്രിയ സഹോദരൻ മാർജി മാത്യു അരോമ ടി വിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചിലവിടുന്നതിന് ഞങ്ങൾ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി സ്വാഗതം ചെയ്തോളൂ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നിമിഷത്തിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഈ അരോമ ടി വിയിലേക്ക് എനിക്ക് ദൈവത്തിന്റെ വചനമായി കടന്നു വരുവാൻ, ദൈവത്തിന് സാക്ഷ്യം നിൽപ്പാൻ സ്വർഗത്തിലെ ദൈവം എന്നെ ഇടയാക്കിയ കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. അതിന് മുഖാന്തരം ഒരുക്കിയ പാസ്റ്റർ ഡാനിയൽ ജോൺ പാസ്റ്ററിനെ ഓർത്ത് ഞാൻ സ്തുതിക്കുന്നു, അവരോട് സ്തുതിക്കുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വിലപ്പെട്ട നല്ല നിമിഷങ്ങൾ ദൈവം ജീവിതത്തിൽ ഒരുക്കി തരുന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. പാസ്റ്റർ എന്നെ പരിചയപ്പെടുത്തിയ പോലെ എൻ്റെ പേര് ഒന്നും കൂടി ഞാൻ പറയാം. മർജി മാത്യു എന്നാണ്. എൻ്റെ സ്വദേശം തിരുവല്ലയ്ക്കടുത്ത് കാവുമ്പാം വില്ലേജിൽ കുഴുവേൽപ്പുറത്ത് എന്ന് പറഞ്ഞ ഒരു ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. എൻ്റെ വീട്ടിൽ എനിക്കൊരു സഹോദരനുണ്ട്, പേര് മൈക്കൽ മാത്യു എന്നാണ്. ഞങ്ങൾ 2 ആൺപിള്ളേരാണ്. എൻ്റെ പിതാവിൻ്റെ പേര് കുഞ്ഞുമോൻ മാത്യു, മാതാവിൻ്റെ പേര് സോശാമ മാത്യു എന്നാണ്. ഞങ്ങൾ 2 പേര് വീട്ടിലായിരിക്കുമ്പോൾ തന്നെ അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും ശിക്ഷണത്തിലാണ് ഞങ്ങളുടെ ബാല്യകാലം തുടർന്നത്. എൻ്റെ മാതാവും പിതാവും വിദേശത്ത് സൗദിയുടെ പ്രദേശത്തായിരുന്നു ജോലിയോട് സംബന്ധിച്ച്. അവിടെയായിരുന്നു അവർ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ഞങ്ങളുടെ വിദ്യാഭ്യാസ കാലങ്ങളൊക്കെ എൻ്റെ വലിയപ്പച്ചനോടും വലിയമ്മച്ചോടും ആയിരുന്നു. ഏകദേശം 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ മാതാവ് തിരിച്ചു വരികയും തുടർന്ന് പോകുവാൻ എൻ്റെ മാതാവ് കഴിഞ്ഞില്ല. കാരണം ഞങ്ങളുടെ വിദ്യാഭ്യാസത്തെ ഓർത്ത് എൻ്റെ മാതാവ് നാട്ടിൽ തുടരുവാൻ ഇടയായി. ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു ഗവൺമെൻറ് സ്കൂളിലാണ് എൻ്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. SSLC അവിടെ ഒരു ഗവൺമെൻറ് സ്കൂളുണ്ട്. അവിടെയാണ് ഞങ്ങൾ 2 പേരും ഒരുമിച്ച് പഠിച്ചത്. തുടർന്ന് വീടിൻ്റെ അടുത്ത് തന്നെ കാവുമ്പാത്ത് ഒരു സ്കൂളിൽ ഞങ്ങൾ ചേരുവാൻ ഇടയായി. +2-ന് ആലൊരു ദേവസ്വം ബോർഡ്, അവിടെയാണ് ഞാൻ എൻ്റെ +1ഉം +2ഉം ഞാൻ പൂർത്തിയാക്കി ഇറങ്ങി. 2006-ലാണ് ഞാൻ ഇറങ്ങുന്നത്. ഇതാണ് എൻ്റെ ഹാലലിയ സ്തോത്രം, എൻ്റെ വിദ്യാഭ്യാസം. ഹാലലിയ. തുടർന്ന് ഞാൻ ഹോട്ടൽ മൊബൈൽ പഠിക്കാൻ സക്കീർ ഹുസൈനിലേക്ക് കടന്നു പോകുവാൻ ഇടയായി. അത് എനിക്ക് കംപ്ലീറ്റ് ചെയ്യുവാൻ എനിക്കിടയായില്ല. തുടർന്ന് എനിക്ക് ജിമ്മിനോടായിരുന്നു ഏറ്റവും കൂടുതൽ താല്പര്യം. എൻ്റെ അമ്മയുടെ ആങ്ങളയ്ക്ക് ബാവുച്ചാൻ എന്നാണ് പേര്. ദേവദാ അങ്കിളിനോട് ജിമ്മ് നടത്തുവാൻ ഞാൻ തുടർന്നു പോയി. 4 ജിമ്മ് തിരുവല്ലയുടെ പ്രദേശത്ത് ഞങ്ങൾക്കുണ്ട്. ഒരു ജിമ്മ്, ടൗണിലെ ജിമ്മ് ഞാൻ നടത്തിക്കൊണ്ടിരുന്നത് ഞാൻ. ആ ജിമ്മിൽ അനേക സുഹൃത്തുക്കൾ എനിക്കുണ്ടായിരുന്നു. ആ സുഹൃത്ത് വലയത്തിലൊക്കെ ഞാൻ ഒത്തിരി സന്തോഷിക്കുകയും ഒത്തിരി ആനന്ദം കണ്ടെത്തുകയൊക്കെ ചെയ്തു. അനേക പ്രൈസുകൾ മേടിക്കുവാനും ബോഡി ബിൽഡിങ്ങിലൊക്കെ അനേക പ്രൈസുകൾ മേടിക്കുവാനൊക്കെ ദൈവം എന്നെ ഇടയാക്കി. പക്ഷേ അതൊക്കെ ഒരു ജീവിതമാണെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷേ അതൊന്നും അല്ലായിരുന്നു ഒരു ജീവിതം. കാരണം എൻ്റെ മാതാവ് എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു മാതാവും ഒരു പിതാവുമായിരുന്നു. കാരണം ഞങ്ങൾ മർത്തോമ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് ഈ രക്ഷയിലേക്ക് കടന്നു വരുന്നത്.
എൻ്റെ മാതാവ് ഈ ബെന്തിക്കോസ് വിശ്വാസത്തിൽ വന്നതിൽ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഒരു ബെന്തിക്കോസുകാരൻ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ എനിക്ക് അഭിമാനമുണ്ട് ഇപ്പോൾ. കാരണം ഇന്നലകളിൽ ഞാൻ ദൈവത്തെ മറന്ന് ലോകത്തിന്റെ പുറകെയാണ് ഞാൻ ഓടിയത്. എക്സസൈസ് ചെയ്യുന്നതൊക്കെ നല്ലതാണ്, പക്ഷെ നമ്മുടെ ആത്മീയ ആ, വർധനവിന് വേണ്ടിയുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ ചെയ്യണം. ഞാൻ എല്ലാ സ്റ്റേജിലും എനിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടുമ്പോഴൊക്കെയും മുന്നോട്ട് പോകണം, മിസ്റ്റർ ഇന്ത്യ ആകണം എന്നൊരു ലക്ഷ്യം മാത്രമാണ് ഞാൻ എൻ്റെ മുന്നിൽ വെച്ചുകൊണ്ടിരുന്നത്. മിസ്റ്റർ ഇന്ത്യ ആകണം, അങ്ങനത്തെ ഒരു രീതിയിലേക്കാണ് ഞാൻ തുടർന്ന് പൊയ്ക്കൊണ്ടിരുന്നത്. പക്ഷേ എൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടങ്ങളിലൊക്കെ അതൊരു സന്തോഷമാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അതിലൊന്നും എനിക്ക് സന്തോഷം കണ്ടെത്തുവാൻ ഒന്നും കഴിഞ്ഞില്ല. കാരണം എൻ്റെ മാതാവ് ആഗ്രഹിച്ചത് ഞാൻ നല്ലൊരു ദൈവദാസനാകണം, പ്രാർത്ഥിക്കുന്ന ഒരു നല്ല ദൈവവേദനായി എൻ്റെ മാതാവ് ഉയർത്തിയ ദൈവത്തെ ഉയർത്തണം എന്നുള്ള ഒരു ചിന്താഗതിയായിരുന്നു എൻ്റെ മാതാവിനെ. എൻ്റെ മാതാവ് നിരന്തരം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞങ്ങൾക്ക് രണ്ടുപേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ ജനിച്ചു വളർന്ന നാട്ടിലുള്ള എല്ലാ നല്ല ആൾക്കാരും ഇപ്പോഴും ഞങ്ങളെ വലിയ കാര്യമാണ്. എൻ്റെയും എൻ്റെ അനിയനെ ചേർത്ത് നിർത്തുന്ന ഒരു സമൂഹം അന്നും ആ പ്രദേശത്ത് ഞങ്ങൾക്കുണ്ട്. ഇന്നും ഞങ്ങളോട് ആ പ്രദേശത്ത് ഞങ്ങളെ സ്നേഹിക്കുന്ന ഒരു അനേകം ആൾക്കാരുണ്ട്. കാരണം അവരൊക്കെ തിരുവല്ലയിലൊക്കെ മിസ്റ്റർ തിരുവല്ലയായിട്ടും ജൂനിയർ മിസ്റ്റർ തിരുവല്ലയായിട്ടും ഒക്കെ ഞാൻ ആകുമ്പോഴൊക്കെ എല്ലാ ആൾക്കാരും വന്ന് നമ്മളെ നമ്മളെ സന്തോഷം കൊണ്ട് അവരൊക്കെ അവരുടെ വാക്കുകളൊക്കെ നമുക്ക് ഒത്തിരി സന്തോഷം പകരുന്നതായിരുന്നു. പക്ഷേ അതിൽ നിന്നൊക്കെ ദൈവം എന്നെ മാറ്റി ദൈവത്തിന്റെ വഴിയിൽ കൂടെ ദൈവം എന്നെ കൊണ്ടുപോകാൻ ഇടയാക്കി. കാരണം എൻ്റെ മാതാവിന് 7ാം ക്ലാസ്സിലായാൽ തുടർന്ന് എനിക്ക് മാതാവിന് പോകുവാൻ കഴിഞ്ഞില്ല. ഞാൻ പഠിക്കുന്ന സമയത്ത് വിദേശത്തേക്ക് പോകുവാൻ എൻ്റെ മാതാവിന് കഴിഞ്ഞില്ല. കാരണം എൻ്റെ കൂട്ടുകെട്ടുകൾ അതിലേക്കാണ് എന്നെ വഴി നയിച്ചത്. പക്ഷേ തുടർന്ന് എൻ്റെ മാതാവിൻ്റെ നിരന്തരമായുള്ള പ്രാർത്ഥന, ബെന്തിക്കോസ് വിശ്വാസത്തിലേക്ക് എൻ്റെ മാതാവാണ് ആദ്യമേ കടന്നു വരുന്നത്. മർത്തോമയിൽ നിന്ന് എൻ്റെ മാതാവ് വരുന്നു, തുടർന്ന് എൻ്റെ പിതാവ് വരുന്നു. ഞാൻ ഏറ്റവും അവസാനമാണ് വന്നത്. ഏകദേശം എൻ്റെ കോളേജ്, ഞാൻ മർത്തോമ കോളേജിലാണ് ഡിഗ്രി പൂർത്തീകരിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. 3rd ഇയറിലാണ് ഞാൻ കംപ്ലീറ്റ് ചെയ്യാതെ മസ്കറ്റിന്റെ പ്രദേശത്തേക്ക് കടന്നു പോകുന്നത്. എൻ്റെ മാതാവിൻ്റെ ഒരു പ്രാർത്ഥനയൊന്നും മാത്രമാണ് വിദേശത്തേക്ക് കടന്നു പോകാനായിട്ടുള്ള ഒരു മുഖാന്തരം എനിക്കൊരു ദൈവം ഇടയാക്കിയത്. കാരണം അതുപോലെ വീട്ടിൽ സാഹചര്യങ്ങൾ എനിക്കുണ്ടായിരുന്നു. വലിയ ധനികന്റെ കുടുംബത്തിലല്ല ഞാൻ, ധനികന്റെ ഒരു കുടുംബ പശ്ചാത്തലത്തിലല്ല ഞാൻ ജനിച്ചത്. എങ്കിലും ദൈവം ഒന്നിനും ഒരു കുറവ് വരുത്താതെ എൻ്റെ വിദ്യാഭ്യാസം, എൻ്റെ ബാല്യകാലങ്ങളൊക്കെ അനുഗ്രഹമായിട്ട് ദൈവം നടത്തുവാൻ എല്ലാ സാഹചര്യവും എനിക്ക് ഉണ്ടായിരുന്നു. എങ്കിലും ദൈവത്തിൽ വീട്ടിൽ പ്രാർത്ഥനയുണ്ട്, പ്രാർത്ഥിക്കും. പക്ഷെ ദൈവത്തോട് കൂടുതലായിട്ടുള്ള ഒരു ചിന്തയോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോഴും ജിമ്മ് മാത്രമാണ് എൻ്റെ ഉള്ളിലുള്ളത്. ഒരു ദിവസം 33 മുട്ട ഞാൻ കഴിക്കുമായിരുന്നു, 2 കിലോ ഏത്തയ്ക്ക, 1 കിലോ ചിക്കൻ. ഇതൊക്കെയായിരുന്നു എൻ്റെ ആഹാരം. എൻ്റെ അമ്മാച്ചന് ഏറ്റവും വളരെ സന്തോഷമായിരുന്നു ഞാനൊരു ഒരു SI ആയി മാറണം, നല്ലൊരു മിസ്റ്റർ ഇന്ത്യ ഒരു SI ആയി മാറണം. എൻ്റെ അമ്മാച്ചൻ വളരെ സപ്പോർട്ടായിരുന്നു, പിതാവും നല്ല സപ്പോർട്ടായിരുന്നു. പക്ഷെ അത് ഞാൻ ചെന്നെത്തിയത് എൻ്റെ പല കൂട്ടുകെട്ടുകൾ എന്നെ ആ പദവിയിൽ നിന്ന് വേറെ പദവിയിലേക്ക്, റൂട്ടിലേക്ക് കൊണ്ടുപോകാൻ ഇടയാക്കി. അത് മുഖാന്തരം എൻ്റെ വീട്ടിൽ ഒത്തിരി ഒത്തിരി നഷ്ടങ്ങൾ, എൻ്റെ വീട്ടിൽ ഒത്തിരി സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, നഷ്ടങ്ങൾ അവർക്ക്, എൻ്റെ പിതാവിനും മാതാവിനും ഉണ്ടാകുവാൻ ഇടയായി. പക്ഷെ സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം എന്ന് പറയാം, എൻ്റെ മാതാവിന്റെ പ്രാർത്ഥന ഞാൻ എല്ലായിടത്തും ഉയർത്തിക്കാട്ടുന്ന, പുറകിൽ പ്രാർത്ഥിക്കുവാൻ ഒരു മാതാവ് ഉണ്ടെങ്കിൽ, പുറകിൽ പ്രാർത്ഥിക്കുവാൻ ഒരു പിതാവും ഒരു കുടുംബമുണ്ടെങ്കിൽ, ഏതൊക്കെ വഴിയിൽ കൂടെ പോയാലും ദൈവം തിരഞ്ഞെടുത്തവൻ ദൈവത്തിന്റെ വഴിയിൽ കൂടെ തന്നെ വരും. ഇന്ന് സന്തോഷത്തോടെ എനിക്ക് പറയാൻ കഴിയും, ഇന്ന് ഈ 36ാമത്തെ വയസ്സിൽ ദൈവത്തിന്റെ വചനമായി, ദൈവത്തിന്റെ ഒരു സാക്ഷിയായിട്ട് അനേക പേർ ചെറുപ്പക്കാരുടെ ബോഡി ബിൽഡിംഗ് ഒക്കെ നല്ലതാണ്, നമ്മുടെ എക്സസൈസ് ചെയ്യുന്ന ഒക്കെ നല്ല, ശരീരത്തിന് നല്ലതാണ്. പക്ഷേ ഒന്ന് ഓർക്കുക, നമ്മളെ വിളിച്ച ദൈവത്തിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്യണം. ഇന്ന് എൻ്റെ ദൈവത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ സമയം കണ്ടെത്താനാണ് ഞാൻ നോക്കുന്നത്. കാരണം ആ ദൈവത്തിന്റെ വിടുതൽ, ആ കരം ഞാൻ അനുഭവിച്ചു. അനേക കൂട്ടുകാരുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. എനിക്ക് എറണാകുളം തൊട്ട് ട്രിവാൻഡ്രം വരെ അറിയപ്പെട്ട അനേക സുഹൃത്തുക്കൾ എനിക്കുണ്ടായിരുന്നു. പക്ഷെ അവരൊക്കെ ആരോഗ്യമുള്ളപ്പോഴും കാശുള്ളപ്പോഴും നമ്മുടെ കൂടെ കാണുന്നത്. പക്ഷെ ഒന്നുമില്ലാത്തപ്പോഴും നമ്മുടെ കൂടെ കാണുന്നത് നമ്മുടെ മാതാപിതാക്കളും നമ്മളെ വിളിച്ച ദൈവവും മാത്രമാണ്. എനിക്കൊന്ന് പറയാൻ കഴിയും, എന്നെ വിളിച്ചത് എൻ്റെ ദൈവമാണ്. കാരണം എൻ്റെ മാതാവ് വില കൊടുത്താണ് പ്രാർത്ഥിക്കുന്നത്. എൻ്റെ മാതാവ്, ഞാൻ കളിച്ചു കഴിഞ്ഞ് ജിമ്മ് കഴിഞ്ഞ് വരുമ്പോൾ എൻ്റെ മാതാവ് റൂമിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത് കാണാം, ചാക്കിട്ട പ്രാർത്ഥിക്കുന്നത്. ഞാൻ മാതാവിനെ പലപ്പോഴും കളിയാക്കിയിട്ടുണ്ട്, അമ്മ എന്തിനാ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്? ഒരു പേപ്പർ നിറച്ച്, ഒരു ബുക്ക് നിറച്ച് എഴുതി വെച്ച് എൻ്റെ വിഷയം, എൻ്റെ മകനൊരു മാറ്റം വേണം, എൻ്റെ മകനൊരു ദൈവത്തെ അറിയണം. ഞാൻ മമ്മി ആരാധനയ്ക്ക് പോയ സമയത്ത് ഞാൻ ഈ പേപ്പറൊക്കെ എടുത്ത് നോക്കുമ്പോൾ എൻ്റെ പേര് മാത്രമാണ് എഴുതി വെച്ച്. ആ പേപ്പറിൽ
ആ പേപ്പറിലൊക്കെ എൻ്റെ മാതാവിൻ്റെ കണ്ണുനീര് കാണുവാൻ എനിക്കിടയായിട്ടുണ്ട്. കാരണം സ്വന്തം മകൻ ദൈവത്തെ ഉയർത്തുന്നത്, ദൈവത്തിൽ നിന്ന് ഹാലിസ്തുതം അകന്നു പോകുമ്പോൾ ഒരു മാതാവിന് എത്രമാത്രം വിഷമമുണ്ടെന്ന് പിൽക്കാലങ്ങളിൽ ദൈവം എനിക്കത് മനസ്സിലാക്കി തന്നു. കാരണം ഞാൻ മസ്കറ്റിന്റെ പ്രദേശത്തേക്ക് ഒരിക്കലും പോകുവാൻ ഞാൻ ആഗ്രഹിച്ചില്ല. ഗൾഫ് പ്രദേശം ഞാൻ ഒരിക്കലും ഞാൻ ആഗ്രഹിച്ചില്ല. ഗൾഫിലേക്ക് പോകാൻ ഒരിക്കലും ഞാൻ ആഗ്രഹിച്ചു. കാരണം നാട്ടിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഒരു കേസ് സംബന്ധമായി മസ്കറ്റിന്റെ പ്രദേശത്തേക്ക്, ഒമാനിലേക്ക് ഞാൻ കടന്നു പോകേണ്ടി വന്നു. അന്ന് ഒരു കൂട്ടുകാരും എൻ്റെ കൂടെ കണ്ടില്ല. എല്ലാവരും എന്നെ കൈവിട്ടു. എല്ലാവരും, അനേക പേര് എനിക്കുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്തൊന്നും ആരും എൻ്റെ കൂടെ ഇല്ലായിരുന്നു. പ്രാർത്ഥിക്കുന്ന ഒരു മാതാവിൻ്റെ മകൻ ഒരു കേസ് സംബന്ധമായിട്ട് ദേശം നാട് വിടുമെന്ന് പറയുമ്പോഴത്തേക്ക് തന്നെ എൻ്റെ മാതാവിൻ്റെ മുഖം അവിടെ വാടുവാൻ ഇടയായി. മാതാവ് വളരെ വിഷമപ്പെട്ടു. പിതാവ് പുറത്താണ്, വിദേശത്താണ്. പിതാവ് ഭാരപ്പെട്ടു. ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബത്തിൽ ജനിച്ചു വളർന്നിട്ട് എൻ്റെ മകൻ എന്തുകൊണ്ട് ഇങ്ങനെ വന്നു? എൻ്റെ മാതാവ് പറഞ്ഞു, എൻ്റെ കൂട്ടുകെട്ടാണ്. എൻ്റെ കൂട്ടുകെട്ടിന്റെ മാതാവ് പറഞ്ഞു, മോനെ നീ അത് ചെയ്യലെന്ന് പറയുമ്പോൾ ഞാൻ ആ കൂട്ടുകാരുടെ കൂടെ തന്നെ ആ വഴി അതാണ് സന്തോഷം എന്ന് പറഞ്ഞ് ഞാനും പോയി. പക്ഷെ ദൈവം എന്നെ പിടിക്കുവാൻ ഇടയായി. എനിക്ക് ആ സമയത്ത് ആരും എനിക്കില്ല. 2 വണ്ടി നിറച്ച് എന്നെ രാത്രി മർദ്ദിക്കുവാൻ, കൊല്ലുവാൻ വേണ്ടി 2 വണ്ടി നിറച്ച് രാത്രി 12 മണി സമയത്ത് എൻ്റെ വീട്ടിലേക്ക് വടിവാളുമായിട്ട് എൻ്റെ വീട്ടിലേക്ക് കയറി വന്നു. പ്രായമായ അപ്പച്ചനും അമ്മച്ചിയും, എൻ്റെ മാതാവ് മാത്രമേ ആ വീട്ടിലുള്ളൂ. എൻ്റെ മാതാവ് മാത്രം. അവർ വന്ന് അസഭ്യ വാക്കുകളൊക്കെ പറഞ്ഞ് വീട് അടിച്ചു പൊട്ടിക്കുന്ന രീതിയിൽ വന്നു. പക്ഷേ എൻ്റെ മാതാവ് ഇറങ്ങിച്ചെന്ന് അവരോട് പറഞ്ഞു. എൻ്റെ മാതാവ് അവരോട് ക്ഷമ ചോദിച്ചു. എങ്കിലും അവരെന്നെ ഈ ഭൂമിക്ക് മേളിൽ വെച്ചേക്കത്തില്ലെന്ന് പറഞ്ഞ് പകയോടെ അവർ പോയി. പക്ഷേ എൻ്റെ മാതാവ് പ്രാർത്ഥിച്ചു. അവർ കേസ് കൊടുത്തു. കേസുമായിട്ടാണ് ഞാൻ ആ പ്രദേശം, ആ തിരുവല്ല, ഞാൻ ജനിച്ചു വളർന്ന ആ പ്രദേശത്തു നിന്ന് എൻ്റെ പിതാവ് വേഗത്തിൽ മസ്കറ്റിന്റെ പ്രദേശത്തിലേക്ക് എന്നെ കൊണ്ടുപോകാൻ ഇടയായി. ഞാൻ ആ ദേശത്ത് ചെന്നു. മസ്കറ്റിന്റെ പ്രദേശത്ത് ഒരിക്കൽ പോലും അവിടെ ചെന്നെത്തുന്നു ഞാൻ ആഗ്രഹിച്ചില്ല. കാരണം കേസ് വളരെ ഗുരുതരമാണ്. ഗുണ്ടാ ലിസ്റ്റാണ് എൻ്റെ പേരിൽ പെടുത്തിയത്. ഗുണ്ടാ ലിസ്റ്റാണ്. പത്രത്തിൽ വരെ ഫോട്ടോ വന്നു. പ്രാർത്ഥിക്കുന്ന ഒരു മാതാവിന്റെ വീട്ടിലാണ് സംഭവിക്കുന്ന ഓർത്ത്. അവരുടെ മൂത്ത മകൻ ആളുടെ സ്തോത്രം, പത്രത്തിൽ വരെ ഫോട്ടോ വന്നു. ആളെ വീട് കയറി ആക്രമിച്ചും പറഞ്ഞു. എല്ലാവരും പറയുന്നു അവന്റെ വീട്ടിൽ സാമ്പത്തികമുണ്ട്, അവന്റെ അമ്മച്ചന്മാർ ജിമ്മാണ്, അവൻ വലിയ ജിമ്മാണ്, അതുകൊണ്ടുള്ള അവന്റെ കയ്യിലെ സ്വഭാവങ്ങൾ നമുക്ക് ഒത്തിരി പേര് പറഞ്ഞു. പക്ഷേ ദൈവം എന്നെ അതിൽ നിന്നൊക്കെ പിടിച്ചു. കൊല്ലുവാൻ വന്ന ശത്രുവിന്റെ കയ്യിൽ നിന്നും എൻ്റെ മാതാവിന്റെ പ്രാർത്ഥന കൊണ്ട് മാത്രമാണ് ഇന്ന് ഈ ആരോമ ടിവിയിൽ ദൈവത്തിന്റെ സാക്ഷിയായിട്ട് പ്രിയ ഡാനിയൽ പാസ്റ്ററിന്റെ മുന്നിൽ നിന്ന് സാക്ഷി പറയുവാനും വിട്ട് എന്നെ കേൾക്കുന്ന പ്രേക്ഷകരോട് എനിക്കൊന്ന് പറയാനുള്ളൂ. നമ്മുടെ പുറകിൽ പ്രാർത്ഥിക്കുന്ന ഒരു മാതാവും പിതാവും ഉണ്ടെങ്കിൽ നമ്മളെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. എൻ്റെ മാതാവിനെ കാണുമ്പോൾ എനിക്ക് വളരെ വിഷമമുണ്ട്. കാരണം എൻ്റെ മാതാവ് എനിക്ക് വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ കരഞ്ഞിട്ടുള്ളത്. ആ മാതാവിന്റെ കണ്ണുനീര് കാണുമ്പോൾ എൻ്റെ ഹൃദയം എപ്പോഴും പടയും. കാരണം ഞാൻ കഴിച്ചില്ലെങ്കിലും എൻ്റെ മാതാവ് വന്ന് എപ്പോഴും എൻ്റെ മുന്നിൽ നിന്ന്, മോനെ നീ കഴിക്കേ, എന്നെ ഒത്തിരി നമ്മളെ സ്നേഹിച്ച് ലാളിച്ച് അത്രമാത്രം എന്തൊക്കെ തെറ്റിച്ച് തരും എന്നെ തിരുത്തി തന്നെ, മോനെ ആ തെറ്റിലേക്ക് ഇനിയും പോലെ നിന്റെ മാതാവും പിതാവും പ്രാർത്ഥിക്കുന്നതാണ്. ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. ഇതുവരെ നമ്മളെ നടത്തി എപ്പോഴും വചനം മാത്രമേ പറയത്തുള്ളൂ. ദൈവദാസന്മാരെ ചേർത്ത് നിർത്തുന്ന ഒരു മാതാവിനെയും പിതാവിനെയും എനിക്ക് കിട്ടിയത്. എപ്പോഴും വീട്ടിൽ പ്രാർത്ഥനയാണ്. പക്ഷെ ആ പ്രാർത്ഥനയ്ക്കൊന്നും ഞാൻ ഇരിക്കത്തില്ലായിരുന്നു. പക്ഷെ ഇന്ന് എനിക്ക് ഫുൾ ടൈം പ്രാർത്ഥനയ്ക്ക് ഇരിക്കാനേ എനിക്ക് കഴിയുള്ളൂ. കാരണം ഇന്ന് ഞാൻ ആ ജീവനുള്ള ദൈവത്തിന്റെ ആ സന്തോഷം ഞാൻ അനുഭവിക്കുന്നു. കാരണം വിടുവിച്ച ആ ദൈവത്തിന്റെ പാദപീഠത്തിൽ ഇരുന്നുകൊണ്ടാണ് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നത്. എല്ലാവരും കൈവിട്ടു. എല്ലാവരും കേട്ടു. അച്ഛൻ്റെ അമ്മാമ്മയുടെ മോൻ ആളുടെ കോടതിയിൽ കിടക്കുമെന്ന് പറഞ്ഞത്. കോടതിയിൽ കിടക്കുമെന്ന്. അന്ന് ആ കോടതിയിൽ കിടക്കും, ജയിലിൽ കിടക്കും, പുറത്തു വരത്തില്ല, ജാമ്യം കിട്ടത്തില്ലെന്ന് പറഞ്ഞ സ്ഥലത്ത് തിരുവല്ല സിവിൽ കോടതിയിൽ അനേകം ആൾക്കാർ തിങ്ങി നിൽക്കുമ്പോൾ ഞാൻ കോടതിയിലകത്ത് കൈകൂപ്പി നിൽക്കുമ്പോൾ എൻ്റെ മാതാവ് കോടതിയിൽ വരാൻ കരഞ്ഞുകൊണ്ടിരിക്കുക. ഒരു മാതാവ് മാത്രം. ഞാൻ കോടതിയിലകത്ത് ഒരു കേസുമായി സംബന്ധിച്ചിട്ടാണ് വീട്ടിൽ കയറി ആക്രമിച്ചു എന്ന് പറഞ്ഞ് ആ കേസ് വളരെ 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 സംഭവമാക്കി അവരെ എടുത്തു. അത് ഭയങ്കര വിഷയം. പക്ഷേ ആ സമയത്തൊന്നും അവിടെ എൻ്റെ ഒരു കൂട്ടുകാരെയും എനിക്ക് കാണുവാൻ കഴിഞ്ഞില്ല. ആരെയും കാണാൻ കഴിഞ്ഞില്ല. എൻ്റെ മാതാവ് മാത്രം കരഞ്ഞുകൊണ്ട്. ഞാൻ അപ്പോൾ അവർ ചിന്തിച്ചു, കർത്താവെ, പ്രാർത്ഥിക്കുന്ന ഒരു മാതാവിന് കൊടുക്കുന്ന ഏറ്റവും വലിയൊരു വേദനയാണല്ലോ ഈ അവർക്ക് ഞാൻ കൊടുത്ത ഏറ്റവും വലിയ ഒരു വേദനയാണല്ലോ എൻ്റെ മനസ്സിൽ ചിന്താഭാരമുണ്ട്. ഞാൻ അവിടുന്ന് പ്രാർത്ഥിച്ചു, കർത്താവെ, എന്നെ ജയിലിനകത്തിടല്ലേ. ഞാൻ അവിടുന്ന് ഒരു കണ്ണുനീരോടി കരഞ്ഞു. എൻ്റെ മാതാവിന്റെ കണ്ണുനീര് കണ്ടു. ദൈവത്തിന്റെ കൃപയാൽ എനിക്ക് അതിനകത്ത് കിടക്കുവാനോ ആ കേസ് തന്നെ അവർ തുടച്ചു മാറ്റുവാനിടയായി. അങ്ങനെ ഞാൻ വിദേശത്തിൽ പോയിട്ട് തിരിച്ചു വന്ന ആ കേസ് കോംപ്രമൈസ് ചെയ്തു.
എൻ്റെ മാതാവും പിതാവും പറഞ്ഞ പോലെ തന്നെ വീണ്ടും ഞാൻ മസ്കറ്റിന്റെ പ്രദേശത്ത് അവിടെ ചെന്ന് 1 വർഷത്തോളം ഞാൻ ഒറ്റയ്ക്ക് മാറിയിരുന്ന് പ്രാർത്ഥിക്കുവാനിടയായി. ആ പ്രദേശത്ത് ചെന്നപ്പോൾ എനിക്ക് ഒരു കൂട്ടുകാരെ ഞാൻ കൂട്ടിയില്ല. കാരണം എനിക്ക് അനേക കൂട്ടുകാർ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് വിഷയം വന്നപ്പോൾ ആരും കണ്ടില്ല. എൻ്റെ മാതാവും പിതാവും അല്ലാതെ ആരെയും കണ്ടില്ല. എൻ്റെ സ്വർഗത്തിലെ അപ്പച്ചനെ അല്ലാതെ വേറെ ആരെയും കാണുവാൻ എനിക്ക് കഴിഞ്ഞില്ല. പക്ഷെ ഞാൻ ആ ദേശത്ത് ജോലിക്ക് കടന്നു പോയപ്പോൾ ഞാൻ ആരെയും കൂട്ടത്തില്ല. ഞാൻ ഒറ്റയ്ക്ക് എപ്പോഴും ഒരു മുറിക്കകത്തിരുന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുമായിരുന്നു. കാരണം എൻ്റെ മുന്നിലുള്ള അനേക വെല്ലുവിളികളുണ്ട്. കാരണം നിന്റെ മകൻ ഇനി ഒരു ഭാവി ജീവിതം ഉണ്ടാകത്തില്ല, നിന്റെ മകൻ ഇനി തിരിച്ചു വരത്തില്ല എന്നൊക്കെ പറഞ്ഞ് പലരും കളിയാക്കിയിട്ടുണ്ട്. എന്നാൽ ദൈവം അതിനൊക്കെ മാറ്റി ആ ദേശത്ത് എൻ്റെ മാതാവിന്റെ കണ്ണുനീർ കണ്ട് ദൈവം എന്നെ തിരിച്ചു കൊണ്ടുവന്ന് ആ പറഞ്ഞവരുടെയും സഭക്കാരുടെ മുന്നിലും നാട്ടുകാരുടെ മുന്നിലൊക്കെ ദൈവം എനിക്ക് മാന്യതയുടെ പടവുകൾ തന്ന് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് മാത്രമാണ്. പ്രാർത്ഥിക്കുന്ന മാതാവാണ് എൻ്റെ അനുഗ്രഹം എന്നെ കേൾക്കുന്നവരോട് ഓരോരുത്തരോടും ഞാൻ പറയുന്നത്, നമ്മുടെ മാതാപിതാക്കൾ നമുക്കൊരു അനുഗ്രഹമാണ്. എൻ്റെ മാതാവിന്റെ ദൈവത്തെ കണ്ടുമുട്ടാൻ കഴിഞ്ഞതാണ് ഇന്ന് ജീവനോടെ എനിക്കിരിക്കുവാൻ. കൊന്നുകളയാൻ ശത്രു പലപ്പോഴും പദ്ധതി ഇട്ടപ്പോൾ അവരുടെ മുന്നിലും എന്നെ വിട്ടുകൊടുക്കാതെ സ്വർഗത്തിലെ ദൈവം എന്നെ നിർത്തിയ കൃപകൾക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ആ മാതാവിന്റെ കണ്ണീരും ആ പിതാവിന്റെ കണ്ണീരുമാണ് എന്നെ ഓരോരുത്തരും ജയോത്സവമായി ദൈവം നടത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഉറപ്പായിട്ട് പറയാൻ കഴിയും, ഞാൻ നിന്നതല്ല, എന്നെ ദൈവം നിർത്തിയതാണ്. ആ ദൈവത്തിന്റെ കരങ്ങളിൽ മാത്രമാണ് ഞാൻ ആശ്രയിച്ചത്. കാരണം എനിക്കൊന്നും എടുത്തു പറയാനുണ്ട്. മോറിയാമല ഒരു കയറ്റമാണ്, എന്നാൽ കരുതലിന്റെ ആട് അവിടെ ഉണ്ട്. എൻ്റെ മാതാവിന്റെ ആ പ്രാർത്ഥന ഒന്ന് മാത്രമാണ്, പിതാവിന്റെയും പ്രാർത്ഥന ഒന്ന് മാത്രം. അവരെ ഒത്തിരി സ്നേഹിക്കുന്നു. അപ്പോൾ ഞാൻ ചിന്തിക്കുമായിരുന്നു, എൻ്റെ ദൈവം എന്നെ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ട്. എൻ്റെ മാതാവും പിതാവും അവർക്ക് എന്തുമാത്രം വേദന ഞാൻ കൊടുത്തപ്പോൾ എൻ്റെ യേശുവിനെ എന്തുമാത്രം, എൻ്റെ അപ്പച്ചനെ എന്തുമാത്രം വേദന ഞാൻ കൊടുത്തിട്ടുണ്ട്. അന്ന് ഞാൻ തീരുമാനിച്ചു, വേദനയല്ല, ഇനി അവർക്ക് സന്തോഷം കൊടുക്കണം. എൻ്റെ മാതാവിന്റെ വലിയ ആഗ്രഹമായിരുന്നു ഈ വചനമായിട്ട് ഞാൻ നിൽക്കുന്ന കാണണമെന്ന്. ഇന്ന് എൻ്റെ മാതാവ് എന്നെ വിളിക്കുമ്പോൾ, മോനെ ഇന്ന് മെസ്സേജ് എന്തെങ്കിലും ഉണ്ടോ, ഇന്ന് പ്രാർത്ഥിച്ചോ, എന്താണെന്ന് വിഷയം എൻ്റെ മാതാവ് എന്നോട് ചോദിക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷമാണ്. എനിക്കൊന്നും മനസ്സിലായി. മാതാവിന് ഈ ലോകത്തെ ഏറ്റവും വലിയ കൊടുക്കാൻ കഴിയുന്നത് ഈ സത്യവചനത്തെ, ഈ ദൈവത്തിന്റെ വചനത്തെ മാറോടെ ചേർത്ത് ഉയർത്തുവാൻ കഴിയുന്നതാണ് സ്വന്തം മാതാപിതാക്കൾക്ക് ഏറ്റവും അഭിമാനം. തന്റെ രക്തത്തിൽ പിറന്ന മകൻ യേശുവിനെ, ദൈവത്തെ ഉയർത്തുമെന്ന് പറയുമ്പോൾ അവർക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ഞാൻ തിരിച്ചു വന്നു വിവാഹത്തിന്റെ കാര്യങ്ങളൊക്കെ ആലോചിച്ചു. പല വിവാഹങ്ങളും ഞാൻ നോക്കി. പക്ഷേ അവിടെ എല്ലാം പറയുന്നത് ഗുണ്ടകൾക്ക് പെണ്ണു കൊടുക്കത്തില്ല, മർജിയുടെ സ്വഭാവം മോശമാണ്, അതുകൊണ്ട് പല കല്യാണങ്ങൾ എനിക്ക് മുടങ്ങി. എൻ്റെ മാതാവ് ഇടിവിൽ നിന്ന് പ്രാർത്ഥിച്ചു. ഒരു കാര്യം പുറകിൽ കിടപ്പുണ്ട്. കേസുമായിട്ടാണ് പുറകിൽ പോയതും ഞാൻ ജോലിക്ക് കടന്നുപോയത്. അതുകൊണ്ട് നല്ലൊരു വിവാഹം എനിക്ക് വരത്തില്ലെന്ന് എന്നെ ഇങ്ങനെ ഭീതിപ്പെടുത്തി. ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ മാതാവും പ്രാർത്ഥിച്ചു. എനിക്ക് യഹോവയിൽ അനുഗ്രഹിക്കപ്പെട്ട പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലിന്റെ ഒരു മകളെ തന്നെ ദൈവം എനിക്ക് തന്നു. എനിക്ക് ഡിഗ്രി ഫെയിലാണ്, എന്നാൽ BSc റാങ്ക് ഹോൾഡറായ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു മകളെ എനിക്ക് ദൈവം എൻ്റെ സന്തത സഹചാരിയായിട്ട് സ്വർഗത്തിലെ ദൈവം എനിക്ക് കൂട്ടിച്ചേർത്തു. ആ ദേശത്തെ എല്ലാവരും അതിശയപ്പെട്ടു, ഇതെങ്ങനെ സംഭവിച്ചു. സഭക്കാർ വരെ, എൻ്റെ കല്യാണം മുടക്കിയവരവരുണ്ട്. പക്ഷെ അവരോടൊന്നും എനിക്ക് പകയില്ല. ദൈവം നമ്മുടെ ജീവിതത്തിൽ നിശ്ചയിച്ചുള്ള തക്കതായ തുണ ദൈവം എനിക്ക് തന്ന് എന്നെ പോറ്റിയ വിധങ്ങൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുന്നു. ഇന്ന് അനുഗ്രഹിച്ച് ഞങ്ങൾ ഒരു കുടുംബത്തോടെ ഇന്ന് ഈ UAE പ്രദേശത്തായിരുന്നു. ആ തിരുവല്ലയുടെ പ്രദേശത്ത് എന്നെ പേടിച്ച് നടന്ന ഒരു കാലമുണ്ടായിരുന്നു. ചെറുപ്പക്കാരുടെ ഇടയിലൊക്കെ ഞാനൊരു പേടി സ്വപ്നമായിട്ട് മാറിയ ഒരു കാലമുണ്ടായിരുന്നു. പല വിഷയങ്ങളും പല പ്രശ്നങ്ങളിലും ഞാൻ ഇടപെടുന്നു. എൻ്റെ അമ്മാച്ചന്മാർക്ക് നിരന്തരം തലവേദനയായിരുന്നു. മാതാവ് എപ്പോഴും കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷേ അതിനൊക്കെ ഇന്ന് എൻ്റെ അമ്മാച്ചന്മാരും ആ പ്രദേശത്തുള്ളവരൊക്കെ എൻ്റെ പിതാവിനെ മാതാവിനെ കാണുമ്പോൾ, അച്ഛൻ്റെ മകന് മർജിക്ക് വന്ന മാറ്റം കാണുമ്പോൾ ദൈവമാണ് മാറ്റിയത്. കാരണം പ്രാർത്ഥിക്കുന്നവരുടെ തലമുറ ഒരിക്കലും വഴി പിഴച്ചു പോകത്തില്ല. ഏതൊക്കെ വഴികളിൽ പോയാലും അവരെ തിരിച്ചു കൊണ്ടുവരുമെന്ന് ദൈവത്തിന്റെ വചനത്തിൽ പറയുന്ന പോലെ എൻ്റെ മാതാവും പിതാവും വളരെ സന്തോഷത്തോടെ ആയിരിക്കുന്നു. കാരണം അവർക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഒരു ഗിഫ്റ്റാണ് ഇന്ന് അവരുടെ മൂത്ത മകൻ ദൈവത്തെ ഉയർത്തുവാൻ കഴിഞ്ഞ എൻ്റെ അനിയനിലാണ് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ ഉണ്ടായിരുന്നത്. പക്ഷെ ആ പ്രതീക്ഷകളെയൊക്കെ ദൈവം മാറ്റിയിട്ട് എന്നെ ദൈവം തിരഞ്ഞെടുത്ത കൃപകൾക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഇന്ന് ജീവിക്കുന്ന ഒരു സാക്ഷിയായിട്ട് കൊന്നു കളയാൻ വേണ്ടിയിട്ട് ആൾക്കാർ പതുങ്ങിയിരുന്നു. തിരുവല്ലയുടെ പട്ടണത്തിൽ പോലും ഞാൻ രാത്രി ഇറങ്ങത്തില്ലായിരുന്നു. കാരണം എനിക്ക് അനേക ശത്രുക്കൾ, എനിക്ക് ആൾക്കാരുണ്ടായിരുന്നു മർജിയെ ഒതുക്കണമെന്ന്. പക്ഷെ എന്നെ ഒതുക്കുവാൻ വേണ്ടി നോക്കിയവരെ ദൈവം ഒതുക്കി. കാരണം ഞാൻ
പകരത്തിന് പോയില്ല. കാരണം ഞാൻ ഇപ്പോൾ അവർക്ക് വേണ്ടിയൊക്കെ ഞാൻ പ്രാർത്ഥിക്കുന്നു. കാരണം ദൈവത്തിന്റെ ഭാഗത്ത് വരുമ്പോൾ നമുക്കൊന്നും മനസ്സിൽ നമ്മൾ ക്ഷമിക്കാനാണ് ദൈവം പഠിപ്പിക്കുന്നത്. ക്ഷമ എന്താണെന്ന് ഈ ദൈവഭാഗത്ത് വന്നപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ പഠിപ്പിക്കുവാൻ തന്നെ ഇടയാക്കി. ഏറ്റവും ക്ഷമിച്ച് മുന്നേറുവാൻ ദൈവം എനിക്ക് ബലം തന്നു. ഇപ്പോഴും ആ യാത്രയിൽ ദൈവം എന്നെ കൂട്ടിക്കൊണ്ടു പോകുന്ന കൃപകൾക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. തുടർന്ന് ഞാൻ യു എയുടെ പ്രദേശത്ത് മസ്കറ്റിൽ നിന്ന് ഞാൻ യു എയിൽ വരുന്നതിന് മുമ്പ് പ്രദേശത്ത് ചെന്നു. അവിടുന്ന് ലാസ്റ്റ് ഞാൻ വരുമ്പോൾ കൊറോണയുടെ ടൈമാണ്. എൻ്റെ ജോലി നഷ്ടപ്പെട്ടു. ഇനി എന്ത് ചെയ്യും അല്ലെങ്കിൽ എന്തായിത്തീരുമെന്ന് എനിക്ക് അറിയത്തില്ല. കമ്പനി പറഞ്ഞു തിരിച്ചു വിളിക്കും. ഞാൻ എൻ്റെ മാതാവിനോടും പിതാവിനോടും പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അവർ പറഞ്ഞു തീർച്ചയായിട്ടും വിളിക്കും. ദൈവം അറിയാൻ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ല. എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ മാതാവിൻ്റെ പ്രാർത്ഥന എപ്പോഴും എനിക്ക് അനുഗ്രഹമാണ്. എൻ്റെ പിതാവിൻ്റെ പ്രാർത്ഥന എപ്പോഴും എനിക്ക് അനുഗ്രഹമാണ്. ഞാൻ എൻ്റെ ദാസിയെ വിളിച്ചു പറഞ്ഞു, പ്രിയ, എൻ്റെ വൈഫിൻ്റെ പേര് ഒലുവെന്നാണ്. ഒലുവിനോട് പറഞ്ഞു, ഒലുവെ, ജോലിയുടെ വിഷയത്തിന് വേണ്ടി. പക്ഷെ ദൈവം, ഞാൻ മസ്കറ്റിൽ നിന്ന് ഗുജറാത്തിന്റെ പ്രദേശത്ത് എത്തിയപ്പോൾ ദൈവം എൻ്റെ ദാസിക്ക് വേണ്ടി ഒരു പുതിയ വഴി ദൈവം തുറന്നു. ആ വഴി അത് യു എയിലേക്കായിരുന്നു. ഞാൻ ആഗ്രഹിച്ചത് വേറെ രാജ്യങ്ങളിൽ പോകണം എന്നാണ്. കാരണം മസ്കറ്റിന്റെ പ്രദേശത്ത് ഞാൻ ചെന്ന് ഒരു ചെറിയ കൂട്ടായ്മ തുടങ്ങുവാൻ ഞങ്ങൾക്ക് ദൈവത്തിന്റെ കൃപയിലിടേ. പക്ഷെ ആ കൂട്ടായ്മ ഞാൻ ആദ്യമേ തുടങ്ങിയിട്ട് പിന്നെ അത് ഞാൻ നിർത്തേണ്ട ആവശ്യം, ഞാൻ അതിലേക്ക് പോകാൻ എനിക്ക് കഴിഞ്ഞില്ല. പക്ഷെ ഈ യു എയുടെ പ്രദേശത്ത് വന്നപ്പോൾ ഇവിടെ വചനം പഠിക്കുവാനും ഇവിടെ സഭയുടെ ഒരു ഭാഗമായി സഭയുടെ ദിവദാസന്റെ കൂടെ ശുശ്രൂഷിക്കാനും ദൈവം എനിക്കൊരു മുഖാന്തരം ഒരുക്കി. എനിക്കൊന്നും മനസ്സിലായി, നീ തുടങ്ങി വെച്ച ഒരു സ്ഥലമുണ്ട്, അത് നീ പൂർത്തീകരിച്ചില്ല. എന്നാൽ നിനക്ക് വേണ്ടിയിട്ട് ഒരു സ്ഥലം ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ വചനം എടുത്തു കഴിഞ്ഞാൽ ആ ദൈവം ആ വചനമായിട്ട് തന്നെ നിർത്തും. ഇന്ന് അനേകരുടെ മുന്നിൽ ജീവിക്കുന്ന സാക്ഷിയായിട്ട് ദൈവത്തെ ഉയർത്തുവാൻ ദൈവം എനിക്ക് തരുന്ന കൃപകൾക്കായി ഞാൻ നന്ദി പറയുന്നു. എൻ്റെ കുടുംബത്തിന്റെ എല്ലാ വിഷയങ്ങളും ഞാൻ ദൈവസ്ഥാനത്തിൽ വെച്ച് പ്രാർത്ഥിക്കും. ഓരോ വിഷയങ്ങൾക്കും ദൈവം മറുപടി അയച്ചു തരുമ്പോൾ ആ സന്തോഷം കാണുമ്പോൾ ദൈവം എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നതാണെന്ന് പിന്നെയും എൻ്റെ ദൈവം എന്നെ കൂടുതലായിട്ട് സ്നേഹിക്കുവാൻ, ആ സ്നേഹത്തിന്റെ കരുതൽ ഞാൻ അനുഭവിക്കുന്നത് കാണുവാനിടയായി. യു എ പ്രദേശത്ത് എൻ്റെ ദാസി കടന്നു വന്നു. ഞാനും ഇവിടെ അതിനോട് സംബന്ധിച്ച് കടന്നു വന്നു. ഞങ്ങൾ ഒരുമിച്ചായിരിക്കുമ്പോൾ എൻ്റെ ദാസിക്ക് പെട്ടെന്ന് ഒരു സ്റ്റൊമക്കിൽ ഒരു ചെറിയ അസ്വസ്ഥത ഉണ്ടായി. അൾസറിന്റെ ഒരു അസ്വസ്ഥത ഉണ്ടായി. ഈ അസ്വസ്ഥത മുഖാന്തരം ഞങ്ങൾ 2 ദിവസം ഹോസ്പിറ്റലിൽ ഞങ്ങൾ കാണിച്ചു. ഐസിയുലാണ് വൈഫിനെ, എൻ്റെ ദാസിയെ അതിൽ ഐസിയുലാക്കുവാൻ അവർ പറഞ്ഞു. ഐസിയുലായിരുന്നപ്പോൾ ഞാൻ ഒത്തിരി വേദനപ്പെട്ടു. കർത്താവേ, കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ ചെയ്തതിന്റെ എന്തെങ്കിലും ആണോ ഇതെന്റെ ജീവിതത്തിൽ ഇങ്ങനെ വരുന്നത്? എൻ്റെ കുഞ്ഞുങ്ങൾക്ക് 3 മാസം 3 വർഷം അവരായിട്ടുള്ളൂ. 3 വർഷം അവരായിട്ടുള്ളൂ എൻ്റെ കുഞ്ഞുങ്ങൾ. 3 വയസ്സായിട്ടുള്ളൂ അവരെ. അപ്പോൾ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്, കർത്താവേ, എൻ്റെ കുഞ്ഞുങ്ങൾ 3 വയസ്സായിട്ടുള്ളൂ. അവരുടെ കാര്യം ഓർത്ത് വളരെ ഭാരപ്പെട്ടു. എൻ്റെ ദാസിയെ വിഷയമോർത്ത് ഞാൻ ആ ഹോസ്പിറ്റലിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, ഭാരപ്പെടണ്ട. ഞാൻ എൻ്റെ പിതാവിനെ രാത്രി രാമങ്ങളിൽ ഞാൻ വിളിച്ച് പ്രാർത്ഥിക്കും. പപ്പയോട് പറഞ്ഞു, പപ്പ ഈ വിഷയത്തിന് പ്രാർത്ഥിക്കും. 2 ദിവസം ഐസി കിടന്നു. ഞാൻ 3-ാമത്തെ ദിവസം ആ ഡോക്ടർ പറഞ്ഞു വേറെ ഹോസ്പിറ്റലിലേക്ക് മാറ്റണമെന്ന് പറഞ്ഞു. അങ്ങനെ വേറെ ഹോസ്പിറ്റലിലേക്ക് എൻ്റെ ദാസിയെ കൊണ്ടുപോവുകയും അവിടെ ചെന്നപ്പം അത് അതിനേക്കാളും വളരെ സീരിയസ് ആയിട്ടെന്നാണ് അവർ പറയുന്നത്. കാരണം ആ ഡോക്ടർ പറഞ്ഞു 13 മണിക്കൂറോട് കഴിഞ്ഞാൽ എൻ്റെ ദാസിയെ കിട്ടത്തില്ലെന്നാണ് പറഞ്ഞത്. ഞാൻ വളരെ ഭാരപ്പെട്ടു. 13 മണിക്കൂറോട് കഴിഞ്ഞാൽ എൻ്റെ ദാസിയെ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു പോകുമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വളരെ വിഷമിപ്പിച്ചു. അവരും ഐസിയു തന്നെ ആക്കി. ഞാൻ വീട്ടിൽ 2 ദിവസം വേറെ ഹോസ്പിറ്റലിൽ ഐസിയു കിടത്തിയത്. അവിടെ നിന്നപ്പോൾ ഞാൻ വീട്ടിൽ വന്നിട്ടാണ് എൻ്റെ പിതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുകയും ഹോസ്പിറ്റലിൽ നിന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തതാണ്. വീട്ടിൽ വന്ന് കിടക്കുമായിരുന്നു ഞാൻ. പക്ഷേ വേറൊരു ഹോസ്പിറ്റലിൽ പോയപ്പോൾ ആ ഹോസ്പിറ്റലിൽ ഡോക്ടർ പറഞ്ഞത് ബയോസിക്ക് റിപ്പോർട്ട് വിടണം എന്ന് പറഞ്ഞു. അതപ്പോൾ എന്നെ വീണ്ടും എനിക്ക് വളരെ ഭാരങ്ങൾ എൻ്റെ ജീവിതത്തിൽ കൂടി. ഞാൻ വീട്ടിൽ വന്ന് കിടന്ന് 12 മണിയായപ്പോൾ എനിക്ക് കിടക്കാൻ കഴിയുന്നില്ല. ഞാൻ എൻ്റെ പുറത്ത് ആരോ വന്ന് തട്ടിട്ട് എഴുന്നേക്കാൻ പറഞ്ഞു. ബൈബിൾ എടുക്കാൻ. എനിക്ക് വാഹനമില്ല. 12 മണിയായി. ഞാൻ പുറത്തിറങ്ങി ടാക്സി എടുത്ത് എൻ്റെ വൈഫിന്റെ ഹോസ്പിറ്റലിലേക്ക്, ഐസിയുലേക്ക് ഞാൻ പോവുക. ഹോസ്പിറ്റലിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ ഒരു മനുഷ്യരെയും കാണുന്നില്ല. ഞാൻ അന്ന് ഈ ബൈബിൾ പിടിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. ആ ഹോസ്പിറ്റലിൽ ചെന്ന് ഞാൻ അവിടെ ഇരുന്ന് ആ റിസപ്ഷനിൽ ചെന്നുമ്പോൾ ഒരു മനുഷ്യനും അവിടെ ഇല്ല. ഒരു മനുഷ്യന്റെ വൈഫ് ഐസിയിലാണ്. ഞാൻ ആ റിസപ്ഷനിൽ നിന്ന് കരഞ്ഞു, കർത്താവെ, കഴിഞ്ഞ കാലങ്ങളിൽ നീ എന്നെ വെടിവെച്ച ദൈവമാണ്. എന്നെ നീ ഓർക്കണം. എൻ്റെ തലമുറ നീ ഓർക്കണം. ഞാൻ ആ റിസപ്ഷനിൽ നിന്ന് വാവുട്ടി കരയാനടി. ആരും സഹായിക്കാൻ എനിക്കില്ല. നാട്ടിലായിരുന്നെങ്കിൽ എനിക്കൊരു വിഷയം വന്നപ്പോൾ എൻ്റെ മാതാവും പിതാവും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇവിടെ എനിക്ക് ആരുമില്ല. എനിക്കത്ര പരിചയക്കാരിവിടെ. ഞാൻ പുതിയതായിട്ട് വന്ന ദേശമാണ്. എനിക്ക് ആരുമില്ല. ഞാൻ ആ റിസപ്ഷനിൽ നിന്ന് വാ പൊട്ടി കരയാനടിയായി.
ഒരു അറബി എൻ്റെ അടുത്ത് വന്നിട്ട് എന്നോട് പറഞ്ഞു, എന്താ ഇവിടെ ഇരിക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ വൈഫ് ICU കിടക്കുവാണ്. ആ എന്താ പ്രശ്നം? ഞാൻ പറഞ്ഞു, നാളെ റിസൾട്ട് വരുന്നതാണ് എന്ന് പറഞ്ഞു. ആ അറബി എന്നോട് പറഞ്ഞു, ഒന്നും പേടിക്കണ്ട, എല്ലാം റിസൾട്ട് എല്ലാം നോർമൽ ആവുന്ന ഒരു ആശ്വാസ വാക്ക് പറഞ്ഞിട്ട് ആ മനുഷ്യൻ പോയി. എങ്കിലും എനിക്ക് അവിടെ ഇരിക്കുവാൻ കഴിഞ്ഞില്ല. കാരണം എൻ്റെ കുഞ്ഞുങ്ങളെ ഓർത്ത് ഞാൻ വളരെ ഭാരപ്പെട്ടു. ഞാൻ ആ റിസപ്ഷൻ്റെ അകത്ത് കയറി അവിടുത്തെ സിസ്റ്റർമാരോട് പറഞ്ഞു, എനിക്കൊന്ന് കാണാൻ പറ്റുമോ? ഒരു 5 മണിയായിട്ട് കാണിക്കാൻ പറ്റില്ല. അതുവരെ ഞാൻ അവിടുന്ന് പ്രാർത്ഥിക്കാനിടയായി. എനിക്ക് മനസ്സിലായി, ഇന്നലകളിൽ പ്രാർത്ഥിച്ച എൻ്റെ മാതാവിന്റെ പ്രാർത്ഥന എന്നെ നിർത്തിയെങ്കിൽ ആ ദൈവം എന്നെ വിടുവിക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ആ ദൈവം എന്നെ വിടുവിക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഞാൻ അവിടുന്ന് പ്രാർത്ഥിക്കുവാനിടയായി. ആ പ്രാർത്ഥിച്ച് വെളുപ്പിന് 5 മണിക്ക് ഞാൻ എൻ്റെ വൈഫിനെ കയറി കണ്ടു. വൈഫിനെ കണ്ട് വൈഫിനോട് ദൈവവചനം ഒക്കെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ ICUയിൽ അവരെ അങ്ങനെ കയറ്റത്തില്ല. അവരെനിക്ക് വേണ്ടിയിട്ട് 1 മണിക്കൂറോളം ആ സിസ്റ്റർ വളരെ 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 സ്നേഹത്തോടെ തന്നെ എന്നെ 1 മണിക്കൂർ അവിടെ ഇരുത്തി. അവിടെ ഇരുന്ന് ആദ്യമായിട്ട് ദൈവത്തിന്റെ വചനം എൻ്റെ ദാസിയോട് പറയുവാൻ എനിക്കിടയായി. എനിക്ക് എൻ്റെ ദാസിയോട് ദൈവത്തിന്റെ വചനം പറയുവാൻ എനിക്കിടയായി. എൻ്റെ ദാസിയെ ബലപ്പെടുത്തി. കാരണം എൻ്റെ ജീവിതത്തിൽ ദൈവമാണ് എനിക്ക് 3 പേരെയും തന്നത്. ശത്രുതലത്തിലെന്ന് പറഞ്ഞാണ് കുടുംബജീവിതം. ശത്രുതലത്തിലെന്ന് പറഞ്ഞാൽ എല്ലാവരും മാറ്റി എന്നെ വലിച്ചെറിഞ്ഞാണ്. എന്നാൽ എനിക്ക് അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം തന്നു. എനിക്ക് 3 പേരെയും കിട്ടത്തില്ലെന്ന് പറഞ്ഞു. എന്നാൽ 3 പേരെ എൻ്റെ കുഞ്ഞുങ്ങൾ 7-ാം മാസത്തിൽ വന്നതാണ്. 7-ാം മാസത്തിൽ വന്നതാണ് എൻ്റെ കുഞ്ഞുങ്ങളെ. ആ കുഞ്ഞുങ്ങളെ എനിക്ക് 1 വർഷം കഴിഞ്ഞാൽ ഞാൻ അവരെ കാണുന്നത് തന്നെ. 7-ാം മാസത്തിൽ വന്ന കുഞ്ഞുങ്ങളെ ഇന്ന് അവരെ ദൈവം ഒരുമിച്ച് ഞങ്ങൾക്ക് 4 പേർക്ക് ഒരുമിച്ച് ഈ യുടെ പ്രദേശത്തിൽ ദൈവത്തെ ഉയർത്തുവാൻ ദൈവം കൃപ തന്ന അതിന് ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞു. കാരണം ഇതിനൊക്കെ യോഗ്യനായത് ആ ദൈവം മാത്രമാണ്. പ്രാർത്ഥനയുടെ ശക്തി ഒന്ന് മാത്രമാണ്. അനേക പേർ ഇന്ന് പട്ടുപോകുമ്പോൾ, അനേക ചെറുപ്പക്കാർ നശിച്ചു പോകുമ്പോൾ ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ദൈവത്തിന് വേണ്ടി ചുമട് കൊടുത്തു കഴിഞ്ഞാൽ ദൈവം ഉയർത്തുന്ന ഒരു ഒരു ജീവിക്കുന്ന സാക്ഷിയായിട്ട് ഞാൻ പറയുന്നു. കാരണം എൻ്റെ കുഞ്ഞുങ്ങൾ ഡോക്ടർമാർ തന്നെ പറഞ്ഞു, അവരിനിയും നിങ്ങൾക്ക് ആരെ വേണം ഡോക്ടർ ചോദിച്ചതാണ്. ഡോക്ടർ ചോദിച്ച ചോദ്യമാണ്, നിങ്ങൾക്ക് ഒരാൾക്ക് 2 പേരിൽ നിങ്ങൾക്ക് 3 പേരിൽ ഒരാളെ നിങ്ങൾക്ക് കിട്ടുമെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് 3 പേരിൽ ഒരാളെ കിട്ടുമെന്ന് പറഞ്ഞു. പക്ഷെ എൻ്റെ ബ്രദറിൽ പറഞ്ഞു, എനിക്ക് ഇത് ചേച്ചിയെ മതി എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ മസ്കന്റെ പ്രദേശത്തായിരുന്നു. ഞാൻ അവിടെ നിന്ന് ഞാൻ വാവിട്ട് കരയുവാനിടയായി. എൻ്റെ മാതാവും പിതാവും എൻ്റെ സഭക്കാരൊക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എന്നാൽ ഇന്ന് ദൈവം ആയുസ്സും ആരോഗ്യവും നിർത്തിയതിനായി ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞു. പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. പ്രാർത്ഥിക്കുന്നവർ ഒരിക്കലും പരാജയപ്പെട്ടു പോകത്തില്ല. പ്രാർത്ഥനയാണ് നമ്മളെ ശക്തരാക്കുന്നത്. ഏതൊക്കെ പ്രതിസന്ധി നമ്മുടെ ജീവിതത്തിൽ വന്നാലും പ്രാർത്ഥിക്കുന്നവനെ തൊടുവാൻ ദൈവം അനുവദിക്കത്തില്ല. സിംഹത്തിന്റെ വായെ അടപ്പിക്കും. നാട്ടിലെ രാജാവിന്റെ വായ കൊണ്ട് ദൈവം സ്തോത്രം അത്ഭുതങ്ങൾ പറയിപ്പിക്കും. എൻ്റെ ജീവിതത്തിൽ ഇന്നലെ മോശമെന്ന് പറഞ്ഞ് നല്ലതെന്ന് പറയിപ്പിച്ച ഒരു ദൈവമുണ്ട്. കാരണം ഇന്ന് എൻ്റെ ദാസിയോടും എൻ്റെ കുഞ്ഞുങ്ങളോടും ഈ പ്രദേശത്തായിരിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം പഠിക്കുവാനും ദൈവത്തിന്റെ സാക്ഷിയായിട്ട് നിൽക്കുവാനും സഭയിൽ ശുശ്രൂഷിക്കുവാനും ഒക്കെ എനിക്ക് ദൈവം ഇടയാക്കിയത് എൻ്റെ മാതാവിന്റെ കഴിഞ്ഞ കാലങ്ങളിലെ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയാണ് എന്നെ ശക്തനാക്കിയത്. ഇപ്പോഴും ചില പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ ജീവിതത്തിൽ വരുമ്പോൾ എനിക്ക് മുട്ടുമടക്കുവാൻ ദൈവസന്നിധിയിൽ കഴിയും. കാരണം കണ്ണുനീരിന് മറുപടിയുണ്ട്. പ്രാർത്ഥിക്കുന്നവർ ആരും പരാജയപ്പെട്ടു പോകത്തില്ല. ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, ബയോപ്സിയുടെ റിപ്പോർട്ട് വന്നിട്ട് പറഞ്ഞു, അതിനകത്ത് ഒരു കുഴപ്പവുമില്ല. ഞാൻ ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്തു. കർത്താവേ, എൻ്റെ മിടുക്കല്ല, കഴിഞ്ഞ കാലങ്ങളിൽ രാത്രി രാമങ്ങളൊക്കെ പ്രാർത്ഥിച്ചു. എന്നെ അറിയാവുന്നവർക്കൊക്കെ അറിയാം. ഈ ഒരു പ്രാർത്ഥന എൻ്റെ ജീവിതത്തിലില്ല. തിരുവല്ലായിൽ നിയമപാലകനെ മർദ്ദിക്കുവാൻ വേണ്ടി കടന്നുപോയ ഒരു വ്യക്തിയെ കൊണ്ട് ജീവനുള്ള ദൈവത്തെ ഉയർത്തുവാൻ, ഈ സത്യവചനത്തെ ഉയർത്തുവാൻ ദൈവം എന്നെ ഇടയാക്കി. എങ്കിൽ ഞാൻ പറയട്ടെ, അന്ന് ഞാൻ ആ നിയമപാലകനെ മർദ്ദിക്കുവാൻ ഞാൻ ചെന്നു. അവിടെ ആ നിയമപാലകൻ ഉണ്ടായിരുന്നെങ്കിൽ, ഞാൻ മർദ്ദിച്ചിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് ഇങ്ങനെ സംസാരിക്കുവാൻ കഴിയത്തില്ലായിരുന്നു. അന്ന് ദൈവമാണ് അത് മാറ്റിവിട്ടത് ഞാൻ വിചാരിക്കുന്നു. കാരണം ദൈവത്തിന് സാക്ഷിയായിട്ട് നിൽക്കുവാൻ വേണ്ടിയിട്ട് തന്നെയാണ് ദൈവം എന്നെ ഉപയോഗിച്ചത്. ഇന്ന് നശിച്ചു പോകുന്ന തലമുറയോട് ഞാൻ പറയുന്നത്, ദൈവത്തിന് വേണ്ടി നിൽക്കുക. ദൈവത്തിന് വേണ്ടി നിൽക്കണം. നമ്മുടെ ശരീരവും നമ്മുടെ ജീവനും എല്ലാം ദൈവത്തിൽ അർപ്പിക്കുവാണെങ്കിൽ ദൈവത്തിന്റെ ആ രക്ഷയെ നമുക്ക് കാണുവാനും കഴിയും. ആ ജീവിക്കുന്ന ദൈവത്തിന്റെ സ്നേഹം ഏതൊക്കെ പ്രതിസന്ധി കൂടി കടന്നുപോയി, ഏതൊക്കെ ഞെരുക്കത്തിൽ കൂടി കടന്നുപോയാലും ദൈവത്തിന്റെ കരം, ആ വലങ്കരം താണു പോകാൻ സമ്മതിക്കത്തില്ല. ആ വലങ്കരം നമ്മളെ ഉയർത്തും. എൻ്റെ ദാസിയുടെ റിസൾട്ട് വന്നു. അതിനകത്തെല്ലാം നോർമല്. ഞങ്ങൾ സന്തോഷത്തോടെ ദൈവത്തിന് നന്ദി പറഞ്ഞു. എൻ്റെ കുഞ്ഞുങ്ങളെ തിരിച്ചിവിടെ കൊണ്ടുവരണം. അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു. വർഷങ്ങൾക്ക് മുമ്പുള്ള പ്രാർത്ഥനയാണ്. എന്നാൽ ദൈവം ഓരോ ഘട്ടങ്ങളായിട്ട് സ്റ്റെപ്പുമായിട്ട് ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തെടുക്കുന്ന ഓരോ വലിയ
വലിയ നന്മകൾക്കായി ഞാൻ ദൈവത്തെ ഇപ്പോൾ നന്ദിയോടെ ഓർക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ മീറ്റിംഗിൽ, ഈ ആരോമ ടിവിയിൽ എനിക്ക് ഇങ്ങനെ വന്ന് എൻ്റെ ദൈവത്തെ ഉയർത്തുവാൻ, പ്രിയ ഡാനിയൽ പാസ്റ്ററിനോട് ഒരുമിച്ച് ദൈവത്തെ ഉയർത്തുവാൻ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നു, പ്രാർത്ഥന നമ്മളെ ശക്തനാക്കും. പ്രാർത്ഥിക്കുന്നവൻ ഒരു നാളും പരാജയപ്പെട്ടു പോകത്തില്ല. നമ്മളെ ശക്തനായിക്കൊണ്ടിരിക്കുന്നത് ഓരോ നിമിഷവും പ്രാർത്ഥനയാണ്. പ്രാർത്ഥന എത്ര നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഇന്ധനമാണ്, നമ്മളെ നിത്യതയിലേക്ക് അടുപ്പിക്കുന്നത്. ശത്രുക്കൾ കൊല്ലുവാൻ വേണ്ടി വന്നു. അവരൊക്കെ ഇന്ന് കാണുമ്പോൾ എന്നെ വിളിക്കാറുണ്ട്. എൻ്റെ പല ആൾക്കാരും എന്നെ വിളിക്കാറുണ്ട്, മർജി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. ചിലർ പറയാറുണ്ട്, മർജിക്ക് ഒന്ന് മാറ്റാൻ. ഞാൻ പറഞ്ഞു, ഞാൻ മാറിയിട്ടില്ല, ഞാൻ മാറ്റില്ല. പക്ഷേ ഏത് വ്യക്തിയെയും മാറ്റുവാൻ കഴിയുന്ന ദൈവത്തിന്റെ വചനമുണ്ട്. ഈ വചനം എടുത്താൽ ഏത് വ്യക്തിക്കും ഒരു രൂപാന്തരം വരും. ഇന്നല്ലെങ്കിൽ ബോഡി ബിൽഡിങ്ങിന് വേണ്ടി ഓടി, എന്നാൽ ഇന്ന് നിത്യജീവന് വേണ്ടിയിട്ട് ഓടുന്നു. ഇന്ന് നിത്യജീവന് വേണ്ടി ഇത് മുറുകെ പിടിച്ച് ഓടുവാൻ, ഇനിയുള്ള ആയുസ് ദൈവത്തിന് വേണ്ടി ഓടുവാൻ. കാരണം ഒരു മാതാവിന്റെയും പിതാവിന്റെയും കണ്ണുനീര് അവർ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ അവരെ കണ്ണുനീര് വീഴ്ത്തുമല്ല, അവരുടെ കണ്ണുനീര് സന്തോഷം കൊണ്ട് നിറയ്ക്കുന്ന, സന്തോഷം കൊണ്ട് അവരുടെ മകൻ ദൈവത്തെ ഉയർത്തുന്ന, അനുഗ്രഹിക്കപ്പെട്ട കുടുംബം തന്നെ, അനുഗ്രഹിക്കപ്പെട്ട തലമുറ തന്നെ ദേശത്ത് ദൈവം നിർത്തി. പലപ്പോഴും പല പല പ്രതിസന്ധികളിൽ ഞാൻ അകപ്പെട്ടു. അപ്പോഴൊക്കെയും ദൈവത്തിന്റെ കരം വ്യക്തമായിട്ട് ഇവിടെ വന്ന് വചനം എന്ന് പറയുവാൻ ഞാൻ തുടങ്ങിയോ, അന്ന് എൻ്റെ തൊണ്ടയ്ക്ക് എനിക്ക് ടോൺസിൽസിന്റെ അസ്വസ്ഥത എനിക്ക് പിടിച്ചു. നാട്ടിൽ മദ്യപിച്ചിട്ടാണ് ഞാൻ നടന്നത്. ഒരു മസ്കറ്റിന്റെ പ്രദേശത്തേക്ക് പോകുമ്പോൾ മദ്യത്തിന്റെ ലഹരിയിൽ ഒരു വീട്ടിൽ കയറി ആക്രമിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. അന്നൊന്നും എനിക്ക് ഈ ടോൺസിൽസിന്റെ ഒരു അസുഖമില്ലായിരുന്നു. പക്ഷെ എന്ന് വചനം ഞാൻ പറയാൻ തുടങ്ങിയോ, അന്ന് തൊട്ട് എൻ്റെ തൊണ്ടയ്ക്ക് പ്രശ്നങ്ങൾ വന്നു. പക്ഷെ ഡോക്ടറിന്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, അത് എടുത്തു കളയുവാൻ നമുക്ക് കുഴപ്പമില്ല, എപ്പോഴും ആന്റിബയോട്ടിക് കഴിക്കേണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ഡോക്ടറോട് പറഞ്ഞു, എനിക്ക് ഇവിടെ വന്ന് വചനം പറയുമ്പോഴാണ് എനിക്ക് ഇത് തുടങ്ങിയ. ഡോക്ടറെ പറഞ്ഞു, ഞാൻ ഡോക്ടർ പറഞ്ഞു, ഇന്നലകളിൽ എന്നെ വിടിവിച്ച ഒരു ദൈവമുണ്ട്, ഇന്നലകളിൽ ഞാൻ കേട്ട ഒരു ദൈവശബ്ദമുണ്ട്. ആ ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ, ഈ നിമിഷം വരെ ഒന്നും സംഭവിക്കത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ ഇതുവരെ ഇതുവരെ ദൈവം അതിനിടയാക്കിയിട്ടില്ല. കാരണം ഇന്നും ദൈവത്തിന്റെ വചനം സന്തോഷത്തോടെ ഉല്ലാസത്തോടെ എൻ്റെ ദൈവത്തെ ഉയർത്തുവാൻ ദൈവം തരുന്ന കൃപകൾക്കായി ഞാൻ നന്ദി പറയുന്നു. ഞങ്ങൾക്ക് ഒരുമിച്ച് ഇവിടെ ആയിരിക്കാനും ദൈവത്തിന്റെ വചനങ്ങൾ കേൾക്കുവാനും ഒക്കെ ദൈവം എന്നെ പഠിപ്പിക്കും. ഞാൻ ചെറിയ റൂമിനകത്താണ്. ചിലപ്പോഴൊക്കെ എൻ്റെ വൈഫ് ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ ബാത്റൂമിനകത്ത് നിന്ന് വചനം കേൾക്കുന്നതും വചനം പഠിക്കുന്നതും അതൊക്കെ എനിക്ക് വലിയ അനുഗ്രഹമായി. ദൈവത്തോട് കൂടെ ആ ഇന്റിമസി, ദൈവത്തിന്റെ സ്നേഹത്തോട് കൂടെ നടക്കുവാണെങ്കിൽ നമുക്ക് എത്ര സന്തോഷം. ഞാൻ അത്ര സന്തോഷത്തോടെയാണ് ഞാൻ നിങ്ങളുടെ മുന്നിലായിരിക്കുന്നത്. കാരണം ഇന്നലകളിൽ എന്നെ പേടിച്ച ഒരു പ്രദേശമുണ്ട്, തിരുവല്ല. അവിടെ തന്നെയാണ് എനിക്ക് എൻ്റെ ദൈവത്തെ ഉയർത്തണം. ആ തിരുവല്ലയിൽ തന്നെ ദൈവത്തെ എനിക്ക് ഉയർത്തിക്കാട്ടണം. എവിടെയൊക്കെ ഉണ്ടോ ദൈവത്തെ ഉയർത്താൻ കഴിയുമോ അവിടൊക്കെ ജീവനുള്ള എൻ്റെ ദൈവത്തെ എനിക്ക് ഉയർത്തണമെന്ന് എനിക്ക് അതിയായ സന്തോഷമാണ്. കാരണം ഇന്നലെ വിടുവിച്ച ആ ദൈവം, അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതം. ഈ കുടുംബജീവിതത്തിന് പോലും ഞാൻ യോഗ്യനല്ല. പക്ഷെ ദൈവം എനിക്ക് അനുഗ്രഹിക്കപ്പെട്ട ആ ദാസിയെ തന്ന്, ആ ദാസിയിൽ കൂടെ ദൈവത്തിന്റെ വചനം വിളിക്കാൻ. എൻ്റെ ദാസി കല്യാണത്തിന് മുമ്പ് എന്നോട് പറഞ്ഞു, അച്ഛാ, ഞാൻ പ്രാർത്ഥിച്ചത് ഒരു ദൈവദാസനെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ എൻ്റെ ദാസിക്ക് അറിയത്തുപോലും എൻ്റെ പശ്ചാത്തലം. പെട്ടെന്നാണ് ഞങ്ങളുടെ വിവാഹങ്ങളെല്ലാം റെഡിയായത്. പക്ഷേ അതറിയുമായിരുന്നെങ്കിൽ ഇങ്ങനെ ആവുന്നത്. പക്ഷെ ദൈവത്തിന് പദ്ധതി ഉണ്ടായിരുന്നു. നോക്കി, എന്നാൽ ഇന്ന് ഒരു ദൈവദാസനാക്കിക്കൊണ്ട് ദൈവം ഇരിക്കുന്ന കൃപകൾക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയും. എപ്പോഴും ഞാൻ ദൈവത്തിന് നന്ദി പറയും. കാരണം ഞാൻ വാഹനത്തെ പോകുമ്പോഴൊക്കെ ഞാൻ മാറോട് ചേർത്ത് പിടിക്കുന്നത് ഈ സുവിശേഷമാണ്. എനിക്കൊന്നും പറയാനുണ്ട്, എന്നെ മാറ്റിയത് എൻ്റെ വചനമാണ്, ഈ ദൈവത്തിന്റെ ശക്തിയാണ്. കാരണം എൻ്റെ മാതാവിന്റെ പ്രാർത്ഥനയാണ്. ഞാൻ ഇന്ന് പറയുന്നത്, പ്രാർത്ഥിക്കുന്ന ഒരു മാതാവും പിതാവും നമുക്കുണ്ടെങ്കിൽ അതൊരു അനുഗ്രഹമാണ്. പ്രാർത്ഥിക്കുന്ന മാതാവിന്റെയും പിതാവിന്റെയും മകനെന്ന് അല്ലെങ്കിൽ മകളെന്ന് പറയുമ്പോൾ നമുക്കൊന്നുമില്ലെങ്കിലും പ്രാർത്ഥിക്കുന്ന ഒരു മാതാവ് ഉണ്ടെന്ന് പറയുമ്പോൾ അത് തന്നെ ഒരു അനുഗ്രഹമാണ്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ദൈവം കാണിച്ചു തന്നതാണ്. കണ്ണുനീരിന് മറുപടി കടക്കാത്ത ഒരു ദൈവമുണ്ടെങ്കിൽ അത് ഈ ജീവിക്കുന്ന ദൈവം മാത്രമാണ്. ഇന്നലകളിൽ ആ ശബ്ദം ഞാൻ കേട്ടതാണ്. ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട ഈ യുടെ പ്രദേശത്തെ ഈ സ്ഥലത്തായിരിക്കുമ്പോൾ ദൈവത്തിന്റെ മറവിൽ, ദൈവത്തിന്റെ ആ ഉള്ളങ്കരങ്ങളിൽ ദൈവം വഹിച്ചുകൊണ്ടിരിക്കുന്ന കൃപകൾക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഇന്നും ഒരിക്കൽ കൂടെ ദൈവത്തിന്റെ മുഖാമുഖം കണ്ട് സംസാരിക്കുവാൻ പലപ്പോഴും പതറിപ്പോണ്ട അവസരങ്ങൾ ജീവിതത്തിൽ കടന്നു വരുമ്പോഴൊക്കെയും എന്നെ ആശ്വസിപ്പിക്കുന്ന ഇന്നലകളിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് എന്നെ നിർത്തിയ ആ ഒരു ദൈവത്തിന്റെ ശക്തി, അതാ ഇന്നും പലരുടെ മുന്നിൽ ദൈവത്തിന്റെ വചനം സംസാരിക്കുവാനും ദൈവത്തിന്റെ ഒരു സാക്ഷിയായിട്ട് നിൽക്കുവാനും ഭൂമിയുടെ അറ്റത്തോളം ചെന്ന് പറയുവാനും പേടിച്ചവരുടെ മുന്നിൽ ഇന്ന് അവർക്ക് വേണ്ടിയൊക്കെ
പ്രാർത്ഥിക്കുവാനൊക്കെ ദൈവം എന്നെ ഇടിയാക്കുന്ന കൃപകൾക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. എൻ്റെ ദാസി നിരന്തരം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കാരണം എൻ്റെ സ്വഭാവത്തിനൊക്കെ പെട്ടെന്ന് ദേഷ്യം വരുന്ന കൂട്ടത്തിൽ സ്വഭാവം എനിക്ക് പെട്ടെന്ന്. പക്ഷെ ക്ഷമ എന്താണെന്ന് വചനം എന്നെ പഠിപ്പിച്ചു. എങ്ങനെയാണ് ഞാൻ ഒരു വ്യക്തിയോട് ഞാൻ സംസാരിക്കത്തില്ലായിരുന്നു. പക്ഷെ സംസാരിക്കുവാനും ഒക്കെ ദൈവം എന്നെ പഠിപ്പിച്ചു. ദൈവത്തിന്റെ സ്നേഹം എന്നെ കാട്ടി തരുവാനൊക്കെ എന്റെ കുടുംബജീവിതത്തിൽ എനിക്ക് ദൈവം ഇടിയാക്കി. അനുഗ്രഹിക്കപ്പെട്ട 2 തലമുറ ട്വിൻസ് എനിക്ക് ഇരട്ട കുട്ടികളെ തന്ന്. ഒരു തലമുറ ഉണ്ടാവുമെന്ന് എന്റെ നാട്ടുകാർ ചോദിച്ചു എന്റെ പിതാവിനോട്. അച്ഛാ, എന്റെ മോന് തലമുറ ഉണ്ടാവും, വലിയ ബോഡി ബിൽഡർ ഒക്കെ അല്ലേ, അവൻ എങ്ങനെ തലമുറ ഉണ്ടാകുന്നൊക്കെ ചോദിച്ചവരുടെ മുന്നിൽ ഒരു മരുന്നോ ഒരു ഡോക്ടറിനെ ഒന്നും കാണിക്കാതെ, കാലതാമസങ്ങളൊന്നുമില്ല, കല്യാണം കഴിഞ്ഞ് ടൈം ആയപ്പോൾ ദൈവം എനിക്ക് അനുഗ്രഹിക്കപ്പെട്ട ഇരട്ട കുട്ടികളെ തന്നെ ഒന്ന് ചോദിച്ചു, ഒരു തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവം അനുഗ്രഹിക്കപ്പെട്ട 2 ഇരട്ട കുട്ടികളെ തന്ന് ദൈവം മാനിച്ചു. അനുഗ്രഹിക്കപ്പെട്ട ദാസിയെ തന്ന് മാനിച്ചു. പ്രാർത്ഥിക്കുന്ന ഒരു മകളെ തന്നെ ദൈവം എനിക്ക്. കാരണം എന്റെ ദാസിയുടെ എന്റെ മാതാവ് പ്രാർത്ഥിച്ചു. അതിനെ തുടർന്ന് എന്റെ ദാസിയുടെ പ്രാർത്ഥന എനിക്ക് വളരെ അനുഗ്രഹമായിട്ട് ദൈവം എന്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കൃപകൾക്ക് ഞാൻ നന്ദിയോടെ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രാർത്ഥനയാണ് എന്റെ ലൈഫ്. ഇനി തുടർന്നുള്ള ജീവിതവും പ്രാർത്ഥനയിൽ തന്നെ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറഞ്ഞു, പ്രാർത്ഥന ഒഴിച്ച് ദൈവത്തെ വിട്ട് നമ്മൾ എങ്ങോട്ടും ഓടല്ലേ. ദൈവമാണ് നമ്മുടെ എല്ലാം. ഏതൊക്കെ പ്രതിസന്ധികളും ഏതൊക്കെ വീഴ്ചകളും ദൈവം നമ്മളെ സഹായിക്കുമെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. കാരണം ഇന്നലകളിൽ ചേറ്റിൽ കിടന്ന എന്നെ ഇന്ന് ദൈവത്തിന്റെ ഒരു സാക്ഷിയായിട്ട് ജീവിക്കുന്ന ഒരു ദൈവത്തിന്റെ പാത്രമായിട്ട് ദൈവം നിർത്തിയെങ്കിൽ പ്രിയരെ, ഞാൻ പറഞ്ഞു, അത് ദൈവത്തിന്റെ കരുണയൊന്ന് മാത്രമാണ്. പിന്നിൽ പ്രാർത്ഥിക്കുവാൻ ഒരു കുടുംബം ഉണ്ടായിരുന്നു. ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ദാസിയും ദൈവം എനിക്ക് തന്നു. ഇന്ന് കുഞ്ഞുങ്ങളുമായിട്ട് ഇവിടെ അഡ്മിഷൻ കിട്ടുമെന്ന് ഒരിക്കൽ പോലും ഞാൻ ആലോചിച്ചില്ല. ഈ ദേശത്ത് ആയിരിക്കാനും അഡ്മിഷൻ എടുക്കുവാനും ഒക്കെ സ്വർഗത്തിലെ ദൈവം എന്നെ ഇടയാക്കി. ആ ദൈവത്തിന്റെ ആ വലിയ സ്നേഹം ഞാൻ ഓർക്കുന്നു. ആ ദൈവത്തിന്റെ കരുതൽ, ആ ദൈവത്തിന്റെ ശ്രേഷ്ഠത, ആ ദൈവത്തിന്റെ എനിക്ക് എങ്ങനെ വർണ്ണിക്കണം എന്നറിയത്തില്ല ദൈവത്തിന്റെ കരുതൽ. കാരണം ഓരോ നിമിഷവും ദൈവം കരം പിടിച്ചാണ് നടത്തുന്നത്. ഇന്ന് ആ തിരുവല്ലയുടെ പ്രദേശത്തെ എന്റെ മാതാവും പിതാവും ഞാൻ ശുശ്രൂഷിക്കുന്ന സഭയിലെ ദേവദാസനോട് ഒരു ദിവസം പറയുകയുണ്ടായി. എന്റെ മകനിൽ വന്ന ആ സന്തോഷം, ആ മകനിൽ വന്ന ആ ചൈതന്യം കാണുമ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷം. ഞങ്ങൾക്ക് മറ്റൊന്നും വേണ്ട, ഞങ്ങളുടെ മകൻ ദൈവത്തെ ഉയർത്തുന്നല്ലോ. ഇന്നലെ ഞങ്ങൾ ചെയ്തതാണ്. ഞാനും എന്റെ മാതാവിനെ വിളിച്ച് സന്തോഷത്തോടെ പറയും, ഓരോ വചനങ്ങൾ പറഞ്ഞെടുക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കുവാൻ ദൈവം തരുന്ന വലിയ നിമിഷങ്ങളെ ഓർത്തി സ്തുതിക്കുന്നത്. ഇന്നലകളിൽ കരച്ചിലിന്റെയും വിഷമങ്ങളുടെയും പ്രശ്നങ്ങളുടെയും ഒരു വീടായിരുന്നു. പക്ഷെ ഇന്ന് ദൈവം സന്തോഷങ്ങൾ കൊണ്ട് ദൈവം എന്റെ മാതാവിനെ പിതാവിനെ നിർത്തുന്നു. കാരണം ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നത് കാണാൻ അവർക്ക് അതിശയമായിരുന്നു. ആ ദേശക്കാർക്ക് അതിശയമായിരുന്നു. എന്റെ ദാസി എന്റെ വൈഫ്, എന്റെ സ്വന്തം സഹചാരി ഒലിവിനെ എനിക്ക് വന്ന മാറ്റം കാണുമ്പോൾ വളരെ പലപ്പോഴും എന്നെ ചേഞ്ച് ചെയ്യും. പല കാര്യങ്ങളും എനിക്ക് അച്ഛാ ഇങ്ങനെ ചെയ്യണം, അതൊക്കെ എനിക്ക് പറഞ്ഞു തരുവാനും എന്നെ പഠിപ്പിക്കുവാനും എനിക്ക് ദൈവം അനുഗ്രഹിക്കപ്പെട്ടെ. ഇന്നലെ വേണ്ടാന്ന് പറഞ്ഞവരുടെ മുന്നിൽ എന്നെ നല്ലൊരു പാത്രമാക്കി എന്നെ തീർത്ത ആ ദൈവത്തിന്റെ കരം. കാരണം ഇതിനൊക്കെ യോഗ്യത പ്രാർത്ഥന എന്ന് മാത്രമാണ്. ആ പ്രാർത്ഥനയുടെ ശക്തി എന്ന് മാത്രമാണ് ദൈവം എന്നെ ഇതുവരെ എത്തിച്ചത്. എനിക്ക് തന്ന തലമുറ പ്രാർത്ഥനയുടെ തലമുറയാണ്. കാരണം ആ തലമുറ കിട്ടത്തില്ലെന്ന് പറഞ്ഞു. എന്നാൽ ദൈവം തലമുറയെ തന്നു മാനിച്ചു. ഇന്ന് തലമുറയോട് ഒരുമിച്ച് ഈ ദേശത്തായിരിക്കാൻ എന്നെ ദൈവം ഇടയാക്കി. വചനം പഠിക്കുവാനും ദൈവത്തിന് സാക്ഷിയായിട്ട് നിൽക്കുവാനും അനേക ചെറുപ്പക്കാരുടെ ഇടയിൽ നശിച്ചുകൊണ്ടിരിക്കുന്ന ലഹരി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരോട് ഞാൻ പറയും, നിങ്ങൾ ലഹരി നിങ്ങൾ നിർത്തരുത്. ലഹരി നിങ്ങൾ യൂസ് ചെയ്യണം. എന്ത് ലഹരിയാണ്? നിത്യതയിലേക്ക് അടുപ്പിക്കുന്ന വചനം എന്ന ലഹരി നിങ്ങൾ യൂസ് ചെയ്താൽ നിങ്ങളുടെ കുടുംബത്ത് സന്തോഷമുണ്ടാവും. അതിന് ഉദാഹരണമാണ് ഞാൻ. എന്റെ മാതാവും എന്റെ പിതാവും ആ കുടുംബത്ത് വളരെ കരഞ്ഞു. എന്നാൽ എന്ന് ഞാൻ ഈ വചനത്തെ ഞാൻ ഉയർത്തിയോ, എന്റെ പിതാവും മാതാവും ആ വചനത്തെ ഉയർത്തിയപ്പോൾ എന്റെ വീട്ടിൽ സന്തോഷമെന്ന് വീടടങ്കം ആനന്ദിക്കുവാൻ അവർ കണ്ടു. അതുകൊണ്ട് ഞാൻ എന്റെ ചെറുപ്പക്കാരോട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ഈ നിത്യതയുടെ ലഹരി, വചനത്തിന്റെ ലഹരി നിങ്ങൾ ഉപയോഗിച്ച് ദേശത്തൊരു അനുഗ്രഹമായി തീർന്ന് അനുഗ്രഹിക്കപ്പെട്ട ഭാവി ജീവിതം മനുഷ്യൻ മാറ്റി നിർത്തിയാലും എനിക്ക് ഉറപ്പുണ്ട്, മാറ്റി നിർത്താൻ കഴിയാത്ത ആ ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മൾ സമർപ്പിക്കുന്നെങ്കിൽ ദൈവം നമ്മളെ ഉപയോഗിക്കും. ആ ഒരു സാക്ഷിയായിട്ട് ദൈവം എന്നെ പലയിടത്തും നിർത്തുന്ന കൃപകൾക്കായി ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതി. എപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം ദൈവസ്ഥാനത്തിൽ. കാരണം ദൈവമാണ് എന്നെ നിർത്തിയെന്ന് പറയാം. ഇന്നലകളിൽ എന്നെ ഒഴിവാക്കി വിട്ട പല മേഖലകളുണ്ട്. ആ ദൈവം
പക്ഷെ അവിടൊക്കെ ദൈവം എന്നെ ചേർത്ത് പിടിച്ചു. ആ ഹോസ്പിറ്റലിലെ രംഗം ഞാൻ ഇപ്പോൾ ഓർക്കുമ്പോഴും എൻ്റെ കണ്ണ് നിറയും. കാരണം എനിക്ക് ഒരു സഹായത്തിനും അവിടെ ആരും വന്നില്ല. പക്ഷെ ഇറങ്ങി വന്ന ദൈവത്തിന്റെ സാന്നിധ്യം ഞാൻ അവിടെ ഇവിടെ ഡോക്ടറിനോടും പറഞ്ഞു. ഇവിടെ പ്രവർത്തിച്ചത്, ഇവിടെ ഇറങ്ങി വന്നത് എൻ്റെ ദാസിക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടി ഇറങ്ങി വന്ന എൻ്റെ പ്രാർത്ഥനയാണ്. രാത്രി 12 മണിക്ക് വണ്ടി പിടിച്ച് ഞാൻ ആ ഹോസ്പിറ്റലിന്റെ വരാന്തരയിരുന്ന് വെളുപ്പം 5 മണി വരെ ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു. കാരണം കരയുവാൻ മനസ്സുണ്ടെങ്കിൽ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമുണ്ട്, ഇറങ്ങിയ ഒരു ദൈവമുണ്ട്. ഇന്ന് ശക്തത്തോടെ ദൈവം എന്നെ നിർത്തുന്ന കൃപകൾക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. എനിക്ക് ഇത്രയും അവസരം ഒരുക്കി തന്ന എന്നെ ശ്രമിച്ച എല്ലാ പ്രേക്ഷകരോടും എനിക്ക് ഒന്നേ പറയാനുള്ളൂ: ദൈവമാണ് സകലത്തിനും മതിയായവൻ. ആ ദൈവത്തിൽ ആശ്രയിച്ച് ആണ് നമ്മൾ സഞ്ചരിക്കുന്നെങ്കിൽ നമ്മളെ ദൈവം എത്തിക്കേണ്ടടുത്ത് നമ്മളെ എത്തിക്കും. നമ്മുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെട്ട തലമുറത്തിന് മാനിക്കും. അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ദൈവം നമ്മളെ ഉപയോഗിക്കും. ആരൊക്കെ മാറ്റി നിർത്തിയാലും നിരാശപ്പെടേണ്ട. പ്രാർത്ഥിക്കുന്നെങ്കിൽ ദൈവം നമ്മളെ പൊന്നുപോലെ പുറത്തു കൊണ്ടുവരുന്ന ഒരു ദിവസമുണ്ട്. ദൈവത്തിന് വേണ്ടി ശോഭിക്കുന്ന, ദൈവത്തിന്റെ തോട്ടത്തിൽ സുഗന്ധം പരത്തുന്ന പനിനീർ പുഷ്പങ്ങളാക്കി ദൈവം നമ്മളെ മാറ്റും. എനിക്ക് ഇങ്ങനെ അവസരം ഒരുക്കി തന്ന ആരോമ ടിവിയോടും അതിന്റെ ചുക്കാൻ പിടിക്കുന്ന പ്രിയ അഭിഷേകത്തെ ദേവദാസൻ ഡാനിയൽ ജോൺസൺ പാസ്റ്ററിനോടും എൻ്റെ ഹൃദയന്തരം നന്ദി അറിയിക്കുന്നു. എനിക്ക് ഒരു അവസരം ഇങ്ങനെ ഒരുക്കി തന്ന പ്രിയ ദേവദാസൻ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. എന്നെ ശ്രമിച്ച എല്ലാ ദൈവമക്കളോടും ഞാൻ ക്രിസ്തുയേശുവിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിച്ചു കൊള്ളുന്നു. താങ്ക് യു പ്രിയ മാർജി ബ്രദർ. ഇത്രത്തോളം സമയം ദൈവനാമ മഹത്വത്തിന് വേണ്ടി ജീവിതാനുഭവങ്ങൾ പറയുവാൻ കർത്താവ് കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കണ്ണുനീരോടെ കരയുന്ന, പ്രാർത്ഥിക്കുന്ന, തലമുറകൾക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്ന അനേകം മാതാപിതാക്കന്മാർ ഇന്ന് ഉണ്ട് സമൂഹത്തിൽ. എന്നാൽ അവരുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഒരു സത്യം. മാതാപിതാക്കന്മാർ പല തലമുറകൾക്കും വേണ്ടി കരഞ്ഞു പ്രാർത്ഥിക്കുന്നത് ഭൗമികമായ വിഷയങ്ങളിൽ അവർക്ക് തലമുറകൾക്ക് അഭിവൃദ്ധിയും ജീവിതത്തിൽ നന്മകളും ഉയർച്ചകളും ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരുപാട് മാതാപിതാക്കന്മാരുണ്ട്. എന്നാൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം, ഒരു ദൈവവൈതലായി തീരണമെന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കന്മാർ വളരെ കുറവാണ്. പ്രിയ മാർജി മാത്യുവിൻ്റെ മാതാവ് ആ ഒരു വിഷയത്തിൽ വളരെ പ്രാധാന്യം കൊടുത്ത ഒരു വിഷയം എന്ന് പറയുന്നത് പ്രിയ മകൻ്റെ മാനസാന്തരവും ദൈവസന്നിധിയിലേക്ക് കർത്താവിന് പ്രയോജനമുള്ളവനായി തീരണമെന്നുള്ളതുമായ ആഗ്രഹവും പ്രാർത്ഥനയുമായിരുന്നു. തക്ക സമയമായപ്പോൾ ആ വഴികളിലേക്ക് ദൈവം പ്രവർത്തിക്കുവാൻ ഇറങ്ങി വന്ന ചില അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ ഇടയായി തീർന്നു. കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായി മിസ്റ്റർ പത്തനംതിട്ട, മിസ്റ്റർ തിരുവല്ല, ജൂനിയർ കേരള തുടങ്ങിയ വിവിധ നിലകളിൽ അറിയപ്പെട്ട ജിംനാസ്റ്റിക്കിൽ അല്ലെങ്കിൽ ജിമ്മുമായി ബന്ധപ്പെട്ട് വളരെ അറിയപ്പെടുന്ന നിലയിലേക്ക് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി, ഒന്നുകൂടി പറഞ്ഞാൽ മിസ്റ്റർ ഇന്ത്യ ആകുവാൻ വേണ്ടി ആഗ്രഹിച്ച് അതിനുവേണ്ടി പ്രയത്നിച്ചു കൊണ്ടിരുന്ന ഒരു വ്യക്തി ഇന്ന് കർത്താവിന് വേണ്ടി മിസ്റ്റർ സുവിശേഷകൻ, മിസ്റ്റർ ഇവാഞ്ചലിസ്റ്റ് എന്നുള്ള ആ ഒരു പദവിയിലേക്ക് കർത്താവ് കരം പിടിച്ച് നടത്തുന്നു എന്നറിയുവാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട്. നമ്മുടെ ശരീരത്തിൻ്റെ ബലം ക്ഷയിച്ചു പോകും, നമ്മുടെ ത്വക്കും മസിലും ഒക്കെ അത് ക്ഷീണിച്ചു പോകും. എന്നാൽ നമ്മുടെ ഉള്ളിൽ പകർന്നിരിക്കുന്ന ആത്മാവ് ശരീരത്തെ പോലെ ക്ഷീണിച്ചു പോകുവാനല്ല നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ആയുസ്സും അവസരവും, അത് ദൈവരാജ്യത്തിന് വേണ്ടി നല്ല സാക്ഷ്യം വഹിപ്പാൻ തക്കവണ്ണം അതിനെ പരിപോഷിപ്പിച്ച് എടുക്കുവാൻ വേണ്ടിയിട്ട് ഇടയായിത്തീരണം. സാധാരണ കഴിക്കുന്ന ആഹാരം കഴിച്ചാൽ പോരാ ഒരു മസിൽമാനായി തീരണമെങ്കിൽ. പ്രിയ സഹോദരൻ പറയുകയുണ്ടായി, 2 കിലോ ചിക്കനും 2 കിലോ ഏത്തയ്ക്കായും 30 മുട്ടയും ഒക്കെ ഒരേപോലെ ഇരുന്ന് കഴിച്ച ആ ഒരു സമയം ഒന്ന് ഓർത്ത് നോക്കിയാൽ സാധാരണ വ്യക്തിക്ക് അങ്ങനെ കഴിക്കാൻ പറ്റില്ല. അത് കഴിച്ചാൽ അത് ദഹിക്കുന്ന ആ ഒരു ശാരീരിക പ്രകൃതമുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ അതൊക്കെ കഴിച്ചാൽ അത് ദഹിക്കുകയുള്ളൂ.
അങ്ങനെയെങ്കിൽ പ്രിയ മാർജി ബ്രദർ ആ ഒരു ലെവലിൽ ശരീരത്തെ ട്രെയിൻ ചെയ്ത് എടുത്തു എന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നു. അതുപോലെ തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ആത്മീയമായി ഒരു വ്യക്തിക്ക് വളരണമെങ്കിലും നാം ആ ഒരു നിലയിൽ നമ്മുടെ ആത്മീയ മണ്ഡലത്തെ ട്രെയിൻ ചെയ്ത് എടുത്തെങ്കിൽ മാത്രമേ ആത്മീയമായിട്ട് നമുക്ക് ഒന്ന് ശോഭിക്കുവാൻ തക്കവണ്ണം കഴിയത്തുള്ളൂ. ഇല്ല എങ്കിൽ ഒരു സാധാരണ ഒരു ആത്മീയ ജീവിതം മാത്രമേ നയിക്കുവാൻ കഴിയുള്ളൂ. എല്ലാവരും ജീവിക്കുന്ന പോലെ ഒരു സങ്കീർത്തനവും വായിച്ച് 23-ാം സങ്കീർത്തനവും വായിച്ച് അല്പസമയം സ്തോത്രമൊക്കെ പറഞ്ഞ് ഒരു പഴയ ഒരു പാട്ടുമൊക്കെ പാടി പ്രാർത്ഥിച്ച് ജീവിതം ഇങ്ങനെ മുന്നോട്ട് തള്ളി നീക്കുന്ന ഒരുപാട് പെന്തക്കോസ്തുകാർ, ക്രിസ്ത്യാനികൾ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. എന്നാൽ അവരിൽ നിന്നൊക്കെ വ്യത്യസ്തനായി ഒരു ആത്മീയ ജീവിതം, ഒരു വളർച്ച, ആത്മീയ ജീവിതത്തിൽ ഒരു പുഷ്ടി ആഗ്രഹിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു നിലവാരത്തിൽ നിന്ന് കൂടുതലായി ആത്മീയ വിഷയങ്ങളിൽ, പ്രാർത്ഥനയിലും വചനധ്യാനത്തിലും ദൈവീയ വഴികളിലും വിശുദ്ധിയിലും വേർപാടിലുമൊക്കെ ഏറെ മുന്നോട്ട് യാത്ര ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു നിലയിൽ ഉയരുവാൻ, വളരുവാൻ, പ്രയോജനപ്പെടുവാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് ആ ഒരു ലെവലിലേക്ക് മാറി ചിന്തിക്കുവാൻ ഒരു പക്ഷെങ്കിൽ ഈ ഒരു സാക്ഷ്യം മുഖാന്തരമായി തീരട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇത്രത്തോളം സമയം നമുക്ക് ഒരുമിച്ചായിരിക്കാൻ കർത്താവ് കൃപ ചെയ്തല്ലോ. പ്രിയ മാർജി ബ്രദറിൻ്റെ ജീവിതാനുഭവങ്ങൾ ചില യൗവനക്കാരെയെങ്കിലും സ്വാധീനിക്കുന്നുവെങ്കിൽ അത് അനുഗ്രഹമായി തീരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ മാർജിയുടെ മാതാപിതാക്കന്മാരുടെ കണ്ണുനീരിന് മറുപടി എന്ന നിലയിൽ, അതുപോലെ പ്രിയ മാർജിയുടെ വൈഫ് സഹോദരിയെക്കുറിച്ച് പറഞ്ഞല്ലോ, താനും അത്ഭുതകരമായി ദൈവീയ സൗഖ്യവും വിടുതലും അനുഭവിച്ചറിയുവാൻ കർത്താവ് കൃപ ചെയ്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു ആത്മീയ ജീവിതവും കുടുംബജീവിതവും നയിക്കുന്ന ഈ വാത്സല്യ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കേണ്ടതിന് പ്രേക്ഷകർ പിന്നെ ഈ കുടുംബത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് പ്രിയ മാർജി ബ്രദറെ ഒരു വാക്കിൽ ഈ സമയം നമ്മെ പ്രാർത്ഥനയിൽ സഹായിക്കും. പ്രാർത്ഥിക്കും. ഹല്ലേലൂയ, സ്തോത്രം. നാൾതോറും ഞങ്ങളുടെ ഭാരങ്ങൾ ചുമക്കുന്ന ഞങ്ങളുടെ നല്ല സ്വർഗീയ ദൈവമേ, അനുഗ്രഹമേറിയ മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി അങ്ങ് ഞങ്ങൾ സ്തുതിക്കുന്നു. അങ്ങ് ഞങ്ങളോട് ചെയ്ത വാഗ്ദത്തം, ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് ഓരോ ദിവസവും ഞങ്ങൾ നിറവേറുന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഇതുവരെ ഞങ്ങളെ കൂട്ടിക്കൊണ്ട് വരുത്തിയ കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. പ്രത്യേക കർത്താവേ, അടിയിൽ നിന്ന് കർത്താവേ, ആരോപ മീറ്റിൽ കർത്താവേ, സ്തോത്ര ടിവിയിൽ കർത്താവേ, ദൈവത്തിന്റെ സാക്ഷിയായിട്ട് കടന്നു വരുവാൻ പ്രിയ ഭാഷനോട് ഒരുമിച്ച് കർത്താവേ അങ്ങയുടെ വചനം ഉയർത്തുവന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്ന എല്ലാ കേട്ടവരെ എല്ലാം ദൈവം നീ അനുഗ്രഹിക്കണേ. അടിയിലെത്തോളം നിർത്തിയ കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. തുടർന്നുള്ള എല്ലാ ദൈവത്തിന്റെ സാന്നിധ്യം ഞങ്ങൾ മറച്ചുകൊള്ളണേ കർത്താവേ. പ്രാർത്ഥന കേട്ടനായി സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ, ആമേൻ. താങ്ക് യു പ്രിയ മാർജി മാത്യൂസ്. ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ വഴികളെയും കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ചതിന് പ്രിയ ബ്രദറിനുള്ളതായ നന്ദി സ്നേഹം അറിയിക്കുന്നു. ദൈവമായ കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. പ്രേക്ഷകർക്കുള്ളതായ നന്ദി അറിയിക്കുന്നു. നിങ്ങൾക്ക് ഈ ജീവിതാനുഭവം അനുഗ്രഹമായി തീർന്നുവെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക്, യൗവനക്കാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കും. അവരും കേട്ട് അനുഗ്രഹിക്കപ്പെട്ട് അതിലൂടെ ദൈവനാമം കൂടെ മുഖാന്തരമായി തീരും. വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. പ്രാർത്ഥനാ വിഷയങ്ങൾ സ്ക്രീൻ കാണുന്ന നമ്പറിൽ അയച്ചു തരാവുന്നതാണ്. ഞങ്ങൾ നിങ്ങൾക്കൂടി പ്രാർത്ഥിക്കാം. എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഓൺലൈനിൽ പ്രാർത്ഥന നടത്തുന്നു. താല്പര്യമെങ്കിൽ ഞങ്ങളെ അറിയിക്കൂ. നിങ്ങൾക്കും അതിൽ സംബന്ധിക്കാനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്നതാണ്. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചന ചിന്തയുമായി വീണ്ടും കൂടി കാണുന്നവരെയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി
നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.